കഴിയുമെങ്കിൽ കുറച്ചും കൂടെ അടുത്തിരിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് തുടർന്ന് ദൈവവചനം പഠിപ്പിക്കുന്നൊക്കെ നിങ്ങൾക്ക് കേൾക്കാനും ഗ്രഹിക്കാനും ഒക്കെ. എബ്രാങ്കിളൊക്കെ ഇങ്ങനെ പോരാമോ? താങ്ക് യു. ഓക്കെ, മോനും കൂടി ഇങ്ങോട്ട് പോരാമെങ്കിൽ വളരെ നല്ലതായിരുന്നു. താങ്ക് യു. ജോൽ മോനെ ആ ചെയർ ഇങ്ങോട്ട് വെച്ചു. Come little more closer. Yeah. Thank you. ശരി, നിങ്ങളെല്ലാവർക്കും കർത്താവിൽ സ്തോത്രം. ഞങ്ങൾ ദൈവവചനം ആഴമായി പഠിക്കുവാനുള്ള സമയം നമ്മുടെ ഈ ചർച്ചിനകത്ത് നമ്മൾ മാറ്റിവെച്ചേക്കുക. നമുക്കിപ്പം ഞാൻ ഇന്ന് കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ഞങ്ങളൊരു കീബോർഡിസ്റ്റിനെ, ജോലിന് വേണ്ടി ഞങ്ങൾ അല്ലെങ്കിൽ ഒരു കീബോർഡിസ്റ്റിന് വേണ്ടി ഞങ്ങൾ പലരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇവിടെ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്, ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പം കീബോർഡിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവം ഒരു കീബോർഡിസ്റ്റിനെ ദൈവം ഇന്ന് കൊണ്ടുവന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൻ്റെ സ്തോത്രം. ഓക്കെ, സോ നമുക്ക് വർഷിപ്പിനും ദൈവവചനം പഠിക്കാനും ദൈവസാന്നിധ്യത്തിലായിരിക്കാനും ഒരുമിച്ച് മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ നമ്മൾ അങ്ങനെയൊക്കെ മുൻതൂക്കം കൊടുക്കുക. കാരണം ഇവിടെ വരുന്ന ഓരോ ദൈവമക്കളും അവിടെ ലൈഫ് ട്രാൻസ്ഫോം ആകണം. കാരണം ദൈവ സാന്നിധ്യമാണ് നമ്മളെ ഓരോരുത്തരെയും മാറ്റുന്നത്. മറ്റൊരു ചടങ്ങ് തീർത്തിട്ട് പോകാനാണെങ്കിൽ നിങ്ങളുടെ സ്വത്രാഴ്ച പോയത് മെച്ചം, അത്രേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ നടക്കണം. ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട 2 ഘടകം: ഒന്ന് പരിശുദ്ധാത്മാവ്, 2 ദൈവത്തിൻ്റെ വചനം. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണം, പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. അപ്പം ഞങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കലി കാര്യങ്ങളെ പഠിക്കുകയും, ഞാൻ പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് അറിയത്തില്ല, അതുകൊണ്ട് നിങ്ങളോട് കൂടെ ഒരുമിച്ച് പോകാൻ വേണ്ടി പറയാം. ഇപ്പം എനിക്കറിയാം അങ്കിളും ആൻറ്റിയും ഒക്കെ അങ്ങ് നാട്ടിൽ പോകും. എവറോ അങ്കിളും ഒക്കെ അങ്കിൾ നാട്ടിൽ പോകും. ഈ ആഴ്ച മോനെ ഇവിടെ ആക്കിയിടും. പക്ഷെ അടുത്ത ആഴ്ച തൊട്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ ഓക്കെ, ദൈവഹിതമാണെങ്കിൽ നിങ്ങൾ വരുമ്പോൾ ഒരു ബുക്കും പേനായും കൊണ്ടുവരണം. നിങ്ങൾ ദൈവവചനം പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലൊരു വളർച്ചയുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാം, പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ടില്ലെങ്കിൽ, വചനം ഗ്രഹിച്ചില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ 10 വർഷം 5 വർഷം കളഞ്ഞത് മെച്ചം. ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പം എനിക്ക് തോന്നി പ്രിയ സുജാൻ്റെയൊക്കെ മോന് നല്ലൊരു സ്കൂളിന് വേണ്ടി ബാംഗ്ലൂരിൽ വന്നതാണ് അല്ലേ? എന്തിനാ നല്ല സ്കൂൾ എടുത്തേ? ആ കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടി. ഞാൻ എൻ്റെ കുഞ്ഞിനെ ആദ്യം വിട്ട സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിൽ കൊണ്ടുപോയി. നല്ല സ്കൂളിൽ വിടുന്നത്, ഞാനും ആശയം കൂടെ പറഞ്ഞു, കുഞ്ഞിൻ്റെ ബിഹേവിയറിനകത്ത് ചേഞ്ച് വരണം. അവന് കുറച്ചൊരു ഡീപ്പ് ലെവൽ ട്രെയിനിങ് കൊടുക്കണം. അതിന് നല്ല സ്കൂൾ ഉണ്ടായാലേ പറ്റൂ. അപ്പോൾ ഈ പറയുന്ന കാര്യം മനസ്സിലായില്ലെങ്കിൽ എന്തെടുക്കും? ഇത് തലയുടെ മീതെ കൂടെ പോവാതിരിക്കാൻ നിങ്ങൾ പഠിക്കുന്നത് പൂർണ്ണമായിട്ട് ഗ്രഹിക്കണം. ദൈവവചനം ഞങ്ങൾ പഠിപ്പിക്കുന്നത് കറക്റ്റ് ആണോ നിങ്ങൾ പോയി ശോധനയാണ്. റോയ് പാസ്റ്റർ പഠിപ്പിച്ചതൊക്കെ കറക്റ്റ് ആണോ പോയി പഠിക്കണം. ഞങ്ങൾ വീണ്ടും ബുധനാഴ്ച ഓൺലൈനിൽ കൂടും. അന്ന് ഞങ്ങൾ ഇതേ കാര്യങ്ങൾ വീണ്ടും, കാരണം ആഴത്തിൽ പഠിച്ച് ബിൽഡ് ചെയ്തെങ്കിൽ മാത്രമേ. പ്രതിസന്ധികളെ നിങ്ങൾക്ക് ജയിക്കണോ, വചനം നിങ്ങളുടെ ഉള്ളിൽ വേണം. നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിലും കാറ്റും കോളും കടലും എല്ലാം വരാം. എൽബെദലേജി ചർച്ചിൽ വന്നതുകൊണ്ടോ ഇത് വരത്തില്ലെന്നൊന്നുമില്ല. ഒരു ദൈവപൈതലാണോ, യേശു കർത്താവ് പറഞ്ഞ മറുപടി ഇങ്ങനെ: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം. എൻ്റെ കൂടെ പറയാൻ പറ്റുമെങ്കിൽ ഞാൻ അതിനും കൂടെ എൻകറേജ് ചെയ്യാം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ. ഏത് ദൈവപൈതലിന് കഷ്ടതയില്ലാത്ത? എല്ലാവർക്കും വരും. ഈ പ്രസംഗിക്കുന്ന എൻ്റെ ലൈഫിലും വരാം. പക്ഷേ നമ്മളെ പിടിച്ചു നിർത്തുന്നത് എന്തുവാ? വചനം, അവൻ്റെ പരിശുദ്ധാത്മാവ്. യേശു കർത്താവിന് നേരെ സാത്താൻ വന്നു. റെക്കോർഡിംഗ് ഇട്ടുണ്ടോ? യേശു കർത്താവിന് നേരെ സാത്താൻ വന്നു. പക്ഷേ സാത്താന്റെ പരീക്ഷകളെ യേശു കർത്താവ് എങ്ങനെ ജയിച്ചേ? വചനത്താൽ. വചനം ഭയങ്കര പവർഫുള്ളാ. വചനം വാളാ. അപ്പം നിങ്ങൾ ദൈവവചനം പഠിക്കാൻ നിങ്ങൾ കൂടുതൽ മുൻതൂക്കം കൊടുക്കണം, ഗ്രഹിക്കണം. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളോടൊക്കെ സമയം മുന്നോട്ട് ഓടിപ്പോകുന്നു വരിക. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു വിഷയമാണ്. ഞാൻ എടുത്ത ബൈബിൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് കാണാം, കേൾക്കാം. ദൈവവചനം ആഴത്തിൽ പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങളത് പഠിക്കുക. ഇതേ ക്ലാസ്സുകളും കിടപ്പുണ്ട്. സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെ കാവൽ വ്യക്തിപരമായി, കുടുംബപരമായി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, കൊച്ചുമക്കൾക്ക്, മാതാപിതാക്കൾക്ക്, എവ്രി വണ്ണിന് ദൈവത്തിൻ്റെ കാവലുണ്ടെങ്കിൽ മാത്രമേ
നിങ്ങളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന എന്തോ അവിടെ എത്താൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എൻ്റെ മേൽ ഭയങ്കര വിളിയുണ്ട്, എനിക്കിനി ഒന്നും വേണ്ട, ചുമ്മാതാ. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, ദൈവവചനത്തിൽ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുക. അബ്രഹാമിന് ദൈവം ആദ്യമേ കൊടുത്ത് എന്തുവാണെന്നറിയാമോ? പഠിച്ചവരൊന്ന് പറഞ്ഞേ, പ്രൊട്ടക്ഷൻ. ഉൽപ്പത്തി 15:1 കിടക്കുക. അതിമഹത്തായ പ്രതിഫലത്തിന് വേണ്ടി വിളിച്ച അബ്രഹാമിനോട് ദൈവം ആദ്യം പറയുന്നത്, അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയം, നിന്റെ അതിമഹത്തായ പ്രതിഫലവും. ആദ്യമേ ദൈവം എന്തോ കൊടുത്തേ? പരിച. നിങ്ങൾ എന്നും ഓർത്തോണം, ബാംഗ്ലൂർ സിറ്റിയിൽ പഠിക്കാൻ വരുന്നവർ ഒത്തിരി പേരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്. ഞാനാണെങ്കിൽ യൂത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. യൂത്തിൻ്റെ യൗവനക്കാരുടെ കൂടെ വർക്ക് ചെയ്യുക. ഇന്ന് വൈകിട്ട് ഉച്ച കഴിഞ്ഞ് രാത്രി, ഇന്ന് വൈകിട്ട് ഒരു കോളേജിൽ മീറ്റിംഗ് ഉണ്ട്. ഇന്നലെ ഒരു കോളേജ്, പുതിയൊരു ഓരോ കോളേജസിൽ ഇങ്ങനെ നഴ്സിംഗ് കോളേജ്, അങ്ങനത്തെ കോളേജുകളിൽ നമുക്ക് മീറ്റിംഗ് ഉണ്ട്, യൂത്തിൻ്റെ കൂടെയുള്ള പ്രോഗ്രാംസും കൂടെ ഉണ്ട്. സോ എത്രയോ കുഞ്ഞുങ്ങൾ പഠിക്കാൻ വരുന്നു, ബാംഗ്ലൂർ സിറ്റിയിൽ പഠിക്കാൻ വരുന്നു. പല കുഞ്ഞുങ്ങളും ലൈഫിൽ ട്രാൻസ്ഫോമായി. പല കുഞ്ഞുങ്ങൾ പഠിക്കാൻ വന്നതാ, ബാംഗ്ലൂർ സിറ്റിയിൽ അടിച്ച് പൊളിക്കാൻ വന്നതാ. കാരണം സിറ്റി അങ്ങനത്തെയാണ്. പക്ഷെ അവർ തിരിച്ചു പോയത് പാസ്റ്റേഴ്സായ തിരിച്ചു പോയത്. ദൈവം ഒത്തിരി പിള്ളേർ, പക്ഷെ കുറേ പിള്ളേർ വന്നു, അവർ ദൈവത്തെ മറന്നുപോയി. അവരുടെ ലൈഫ് പലതും സ്ട്രഗിൾ ചെയ്തു. ചിലരുടെ ലൈഫ് തകർന്നു. പക്ഷെ നമ്മുടെ ലൈഫിൽ ഓർത്തുകൊള്ളുക, നമ്മുടെ വിദ്യാഭ്യാസം അല്ല നമ്മളെ ഉയർത്തുന്നത് കേട്ടോ. നമ്മുടെ പണമല്ല നമ്മളെ ഉയർത്തുന്നത്. നമ്മുടെ കോണ്ടാക്ട്, നമ്മുടെ സ്മാർട്ട്നെസ്, നമ്മുടെ കഴിവുകളല്ല നമ്മളെ ഉയർത്തുന്നത്. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കാതെ കേട്ടോ ഒന്നും സംഭവിക്കത്തില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറന്നോ ഒരുത്തനും അടയ്ക്കാനും പറ്റത്തില്ല കേട്ടോ. ദൈവത്തിന് മുൻതൂക്കം കൊടുക്കും. ഈ പട്ടണത്തിൽ കുഞ്ഞുങ്ങളെപ്പോലെ ഞാനും എൻ്റെ ടീനേജ് വന്നതാണ്, ജോലിക്ക് വന്നതാണ്. പക്ഷെ കർത്താവ് എന്നെ നടത്തി. ഓരോ സംഭവങ്ങൾ ഞാൻ ഓർക്കാറുണ്ട്, എൻ്റെ കണ്ണ് നിറയാറുണ്ട്. ദൈവം എന്നെ നടത്തി, ദൈവം എന്നെ പരിപാലിച്ചു. പക്ഷെ ദൈവത്തിൻ്റെ കൂടെ നടക്കും. ദൈവം നിങ്ങളെ ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത അളവിൽ ദൈവം നിങ്ങളെ ഉയർത്തും, നിങ്ങളെ മാനിക്കും കേട്ടോ. നമ്മുടെ അനുഗ്രഹം ദൈവമാണ്. നമ്മുടെ അനുഗ്രഹം നമ്മുടെ പണമല്ല, നമ്മുടെ കഴിവല്ല. ദൈവം നമ്മുടെ അനുഗ്രഹം. ദൈവത്തിൻ്റെ കാവൽ നമുക്ക് വേണം ദൈവമക്കളെ കേട്ടോ. ഇരുട്ട് നിറഞ്ഞ ഭൂമി, വഞ്ചന നിറഞ്ഞ ഭൂമി, ചതി നിറഞ്ഞ ഭൂമിയിൽ നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങൾക്ക് എന്ത് വേണം? അവോടെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, കാവൽ, സുരക്ഷ നിങ്ങൾക്ക് വേണം. നമുക്ക് ഇതെല്ലാം ഞങ്ങൾ പഠിച്ചു. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ്? ഇവിടെ എല്ലാം കഴിഞ്ഞ് ഞാനത് പറയുന്നില്ല. പഴയ ആൾക്കാർക്ക് റിപ്പീറ്റേഷനാണെന്ന് എനിക്കറിയാം, ഒത്തിരി റിപ്പീറ്റേഷൻ. നോക്കിയേ, ദൈവവചനം എത്ര രീതിയിൽ പഠിക്കാം. ഇതെല്ലാം നമുക്ക് പിന്നീട് വരുന്ന സ്ഥലത്തും പഠിക്കാം. ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഉൽപ്പത്തി 15:1 ഇങ്ങനെ പഠിച്ചു. ഓരോ ചരിത്രങ്ങൾ, കാര്യങ്ങൾ എടുത്ത് പഠിച്ചു വരിക. ഈ ഒരു സ്ലൈഡ് കഴിഞ്ഞു. അടുത്തത് ഇവിടെ തൊട്ട് പഠിച്ചു. ഇതെല്ലാം ഞങ്ങൾ പഠിച്ചു. ബൈബിൾ ഇവിടെ ഉൽപ്പത്തി പുസ്തകം തൊട്ട് ഇങ്ങനെ പഠിക്കുക. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിത് മറക്കൽ. അപ്പം ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ദൈവത്തിൻ്റെ കാവലുകളെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടെ എല്ലാം ഞങ്ങൾ പഠിച്ചു കേട്ടോ. ഇന്നും ദാവീദ് മാത്രം 70-ലധികം സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് വായിച്ച 21-ാം സങ്കീർത്തനത്തിലാണ്. സങ്കീർത്തനത്തിലും ദൈവത്തിൻ്റെ സുരക്ഷ കിടപ്പുണ്ട്. രാജാവിനെ ഓരോ അഭിഷിക്തന്മാരും പറയുക, യഹോവ എൻ്റെ പരിചയ, എൻ്റെ രക്ഷയ, എൻ്റെ ഗോപുരമാ, എൻ്റെ തൂവല, എൻ്റെ മറവിടമാ, എൻ്റെ പാറയ, എൻ്റെ ശരണമാ, എൻ്റെ വെളിച്ചമാ, എൻ്റെ ചിറക. ഇതൊക്കെ എന്തുവാ പറഞ്ഞേക്കുന്നത്? അയ്യോ, നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ ഒരു ഫോർമാലിറ്റി കൊണ്ട് ഇരിക്കണ്ട കേട്ടോ. നിങ്ങൾ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ അപ്പനോടുള്ള ബന്ധത്തിലായിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്ന് ദൈവത്തോട് ഫോർമാലിറ്റി എല്ലാം എന്നിട്ട് കർത്താവിനോട് നിങ്ങൾ നന്ദി പറ. നിങ്ങൾ എൻ്റെ ഒന്ന് സംസാരിക്കുകയോടെ ചെയ്യും. ഒരു ഞാൻ പ്രസംഗിക്കുക, നിങ്ങളെല്ലാം കേൾക്കുക, അതൊക്കെ വിട്ടിട്ട് നിങ്ങളൊന്ന് ഒന്ന് പഠിക്കാനും കൂടെ ഉള്ള ആഗ്രഹത്തിലൊന്ന് പറഞ്ഞ്, ഇവരെല്ലാവരും ഈ പറഞ്ഞേക്കുന്ന വാക്കുകളുടെ അർത്ഥം എന്തുവാ? സുരക്ഷ. എന്തുവാ ശരണം? അയ്യോ, എൻ്റെ ശരണമേ. ദാവീദ് പാടുന്ന പാട്ട് കേൾക്കണം. എൻ്റെ പാറയേ, ഞാൻ അതുകൊണ്ടാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ഞാൻ ഓട്ടമായിരുന്നു. ശൗല് കുന്തവുമായിട്ട് എന്നെ ഓടിക്കുകയായിരുന്നു. 1-2 വർഷമായിരുന്നു. 17 വർഷം ഞാൻ കാട്ടിക്കൂടെ ഓട്ടമായിരുന്നു. കാടും മേടും എല്ലാം ചവിട്ടി ഓടി. എൻ്റെ പാറയായവനെ, എൻ്റെ പരിചയമായവനെ. നിങ്ങളുടെ ലൈഫ് ഒന്ന് കണക്ട് ചെയ്തേ.
നിങ്ങളുടെ ലൈഫിലും നമ്മുടെയൊക്കെ ലൈഫിലും അങ്ങനെ ആണോ? നിങ്ങൾ മിണ്ടാതിരിക്കാതെ അങ്ങനെ ആണോ ദൈവമക്കളെ? ആണോ? ദൈവം നമ്മളെ ചിറകിന്റെ മറവിൽ മറച്ചോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളെ ഇവിടുത്തെ പോലീസുകാരാ മറിച്ച പോലെ നിങ്ങൾ ഇരിക്കുന്നു. നമ്മളെ കർത്താവ് ചിറകിന്റെ മറവിൽ മറച്ചോ? നമ്മൾ ആ കർത്താവ് നമ്മളെ ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങി, പക്ഷെ നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടായിരുന്നു, ആ വ്യക്തി ഉറങ്ങിയില്ല. 121 സങ്കീർത്തനം പറയുന്നു അല്ലേ, ഇസ്രായേലിന്റെ പരിപാലകൻ. ആണോ? ഇത്ര കാവൽ, ഇതൊക്കെ എന്തിനാ പറഞ്ഞു എന്നിട്ട് കിടക്കുക? 150 സങ്കീർത്തനം മൊത്തം കാവലിനെ കുറിക്കാത്ത ഒറ്റ വാക്കില്ല. എല്ലാ സ്തുതിയും പാട്ടുവാ. പക്ഷെ പാട്ടിനകത്ത് എന്തോ വന്നിട്ടുണ്ട്? ദൈവമേ അങ്ങന്റെ പാറയാണേ, ഞാൻ അതുകൊണ്ടാണ് പാട്ട് പാടുന്നത്. അങ്ങന്റെ ഗോപുരമാണേ, കാവലാണേ, അതുകൊണ്ടാണ് ഞാൻ പാട്ട് പാടുന്നത്. ദൈവമക്കളെ, നമ്മുടെ ഹൃദയവും നിറയട്ടെ കേട്ടോ, നമ്മുടെ ഹൃദയവും നിറയട്ടെ. നമ്മളിവിടെ എല്ലാം കണ്ടു. ആൻറ്റി, നമ്മളിവിടെ വരെയാ പഠിച്ചേ? 12 ലെഗിയോന്റെ കണക്കാണ് നമ്മൾ പഠിച്ചു അല്ലേ. നമ്മൾ ഈ ഭാഗം പഠിച്ചു, ഇത് പഠിച്ചു, ഇതാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 12 ലെഗിയോനെ എന്തിനാ യേശു കർത്താവ് 12ന്റെ കണക്ക് പറഞ്ഞു? യേശു കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത്, ആ ഒലിവ് മലയിൽ ഇരിക്കുന്ന സമയത്ത്, യേശുവിനെ പിടിക്കാൻ പടയാളികളും റോമൻ പടയാളികളും പുരോഹിതന്മാരും അവരുടെ ചേവകരും വന്നിരുന്ന സമയത്ത് പത്രോസ് ഒരു കത്തിയെടുത്തു, ഒരാളുടെ കാതിന്റെ അറ്റം കാത് വെട്ടിക്കളഞ്ഞു. ആ സമയത്ത് യേശു കർത്താവ് പറയുന്നൊരു മറുപടിയുണ്ട്, പത്രോസേ, നിന്റെ വാൾ ഉറയിലിട. ഞാൻ ഇപ്പൊ എൻ്റെ പിതാവിനോട് ചോദിച്ച 12 ലെഗിയോനിലധികം ദൂതന്മാരെ ദൈവം എനിക്ക് വേണ്ടി തരത്തില്ലയോ? എൻ്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എൻ്റെ ചേവകന്മാർ അവരോട് പോരാടിയേനെ. പക്ഷെ എൻ്റെ രാജ്യം ഐഹികമല്ല. എത്ര ബ്യൂട്ടിഫുൾ വേർഡാണെന്നറിയാമോ? ഐഹികമല്ല. നിന്റെ വാൾ നീ ഉറയിലിട്. എന്നിട്ട് പറയാ, നിങ്ങൾ ഇപ്പൊ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചാൽ 12 ലെഗിയോനിലധികം ദൂതന്മാരെ എൻ്റെ അടുക്കുന്നത്. എന്തോ 12 ലെഗിയോൻ യേശു കർത്താവ് പറഞ്ഞേ? ഞങ്ങൾ അതാ പഠിച്ചത്. 12 ലെഗിയോൻ. യേശു കർത്താവിന് എത്ര ശിഷ്യന്മാരുണ്ട്? നിങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞ ദൈവമക്കളെ. 12 ശിഷ്യന്മാർ. അതിലൊരു ശിഷ്യൻ യൂദ പുരോഹിതന്മാരുടെ കൂടെ പോയി ഒറ്റ കൊടുക്കാൻ പോയി. ഇപ്പൊ യേശുവിന് എത്ര ശിഷ്യന്മാരുണ്ട്? 11. യേശുവും കൂടെ ചേർത്ത് എത്ര പേരുണ്ട്? 12. യേശു കർത്താവ് പറയുക, എൻ്റെ കൂടെ ഉള്ളവർക്ക് വേണ്ടി ഞാനൊന്ന് അപേക്ഷിച്ചാൽ പിതാവിന്റെ അടുക്കൽ 12 ലെഗിയോൻ. ഒരാൾ പോയി, ബാക്കി യേശു കൂടെ ചേർന്ന് 12 പേരുണ്ട്. ഒരു ലെഗിയോൻ എന്ന് പറഞ്ഞാൽ 6000 തൊട്ട് 8000 വരെയുള്ള പട്ടാളക്കാരുള്ള റോമൻ ഗവൺമെന്റിന്റെ ഒരു യൂണിറ്റ്, ബറ്റാലിയനെ വിളിക്കുന്ന പേരാ. ജനറലി 6000 എന്ന് വെക്കാം. 6000 പട്ടാളക്കാരടങ്ങുന്ന ഒരു യൂണിറ്റിന് വിളിക്കുന്ന, ഒരു ക്യാമ്പിന് വിളിക്കുന്ന, ബറ്റാലിയന് വിളിക്കുന്ന പേരാണ് ലെഗിയോൻ. യേശു കർത്താവ് പറയാം, ഒരാൾക്ക് വേണ്ടി ഒരു ലെഗിയോൻ തരാമെന്ന്. ഒരാൾക്ക് വേണ്ടി 6000 ദൂതന്മാരെ ഇപ്പൊ ഞാൻ ചോദിച്ചാൽ തരുമെന്ന്. തരാനുണ്ട്. ഒരാൾക്ക് വേണ്ടി ഒരു ലെഗിയോൻ. ബൈബിൾ പറയുന്നുണ്ടോ, അവൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി. നമ്മളത് പഠിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇവിടെ എലീശായുടെ കാര്യം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു. എലീശായുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും. നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങൾ നിങ്ങളുടെ ആ നാട്ടിൽ നിന്ന് വന്നതും ഇന്ന് വന്നതും ആ ഫോർമാലിറ്റി ഒക്കെ വിടുന്നേ, ബോംബെയിൽ നിന്ന് വന്നതൊക്കെ ഫോർമാലിറ്റി വിട്ടിട്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്നേ. വചനം പറ. നിങ്ങളുടെ നാവുകൾ കൊണ്ട് തന്നെ നിങ്ങൾ ദൈവവചനം പറ. അത് ഭയങ്കര അനുഗ്രഹമാണ്. കാരണം ദൈവവചനം പറയാനും ഉരുവിടുവാനും ഒക്കെ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. എലീശായുടെ ചുറ്റിനും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും ഇറങ്ങി വരുന്ന സമയത്ത് എലീശ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ കാവൽ കണ്ടു. അഗ്നിമയമായ അരാം സൈന്യത്തിന്റെ പിമ്പിലും അതിനെക്കാട്ടിലും വലുത് നിൽക്കുന്ന കണ്ടു. ഗേഹസി കാണാൻ വേണ്ടി എലീശ പ്രാർത്ഥിച്ചതാ. അന്ന് നമ്മൾ പഠിച്ചായിരുന്നു, യഹോവ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും യഹോവ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ കാക്കും. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം ഇങ്ങനെ കാക്കട്ടെ കേട്ടോ. ഇരുട്ട് നിറഞ്ഞ ഭൂമിയാ, വഞ്ചന നിറഞ്ഞ ഭൂമിയാ, ചതി നിറഞ്ഞ ഭൂമിയാ. ആരെ കൊല്ലണം, ആരെ വഞ്ചിക്കണം എന്ന് പറഞ്ഞ് അലറുന്ന സിംഹം എന്ന പോലെ നടക്കുക സാത്താൻ അല്ലേ. അങ്ങനെ ചുറ്റിത്ത് ഏത് വഴിയിൽ അവൻ അടിച്ചു തകർക്കണം എന്ന് നോക്കിക്കൊണ്ട് നടക്കുന്നവൻ. ഇത് നമ്മൾ തകരാതിരിക്കണമെങ്കിൽ
നമുക്ക് ആര് കാവലാകണം? പറഞ്ഞേ ദൈവമക്കളെ, നമ്മുടെ ദൈവം നമുക്ക് 12 ലെഗിയോൻ, ഈ ചരിത്രങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാ ഗാർഡിയൻ ഏഞ്ചൽസ്, സേവകാത്മാക്കളായ ദൂതന്മാർ. അതിന് പല ട്രാൻസ്ലേഷനിൽ പലത് വേർഡ് പറഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനം 1:14. നമുക്ക് ആ വാക്യം വായിച്ചു തുടങ്ങാം. വായിച്ചാട്ടെ. എബ്രായ ലേഖനം 1:14. നിങ്ങൾ എഴുതിയെടുക്കണമെന്ന് കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. നിങ്ങൾക്കത് വീട്ടിൽ പോയി നിങ്ങൾ പഠിക്കണം. ആ വാക്കുകളൊക്കെ നിങ്ങൾ ധ്യാനിക്കണം. സേവകാത്മാക്കളായ വായിച്ചാട്ടെ. മലയാളത്തിൽ സേവകാത്മാക്കളായ ദൂതന്മാർ വായിക്കാമോ? സേവകാത്മാക്കൾ എന്നൊരു വേർഡ് കാണാം. ഗാർഡിയൻ ഏഞ്ചൽസ്, മിനിസ്ട്രിങ് സ്പിരിറ്റ്സ് എന്നൊക്കെയാ ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത് അല്ലേ? ഗാർഡിയൻ ഏഞ്ചൽസ്, മിനിസ്ട്രിങ് സ്പിരിറ്റ്സ്. നമുക്ക് ആ വേർഡുകൾ നോക്കാം, എന്തുവാണ് അതിന് അർത്ഥവും നോക്കാം. ഒരു ഗാർഡിയൻ ഏഞ്ചൽസ്, മിനിസ്ട്രിങ് സ്പിരിറ്റ്സ് എന്നാ പറയുന്നത്. മിനിസ്ട്രിങ് സ്പിരിറ്റ്സ്. ഒരു വ്യക്തി യേശു കർത്താവിങ്കലേക്ക് വരുമ്പോൾ, നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, എൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. യേശുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇരുട്ടടഞ്ഞ നിങ്ങളുടെ സ്പിരിറ്റിലേക്ക് വെളിച്ചം വരിക. കേട്ടോ? എന്തോ വരിക? വെളിച്ചം വരിക. നിങ്ങൾ സ്നാനപ്പെടുന്നതോടുകൂടെ യേശുവിനെ ധരിക്കുക. സ്നാനപ്പെട്ടെങ്കിൽ യേശുവിനെ ധരിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ എന്തോ എടുക്കുക? നിങ്ങളുടെ അകത്ത് എന്തു വരിക? വെളിച്ചം വരിക. ഇരുട്ട് മാറും. നിങ്ങളുടെ അകത്ത് കിട്ടിയ വെളിച്ചത്തെ നിങ്ങൾ കൂടുതൽ അതിനെ ഇഗ്നൈറ്റ് ചെയ്യണം. അതിനെ ജ്വലിപ്പിക്കണം. അത് ജ്വലിപ്പിക്കുന്നത് എങ്ങനെ? കൂടുതൽ വിശുദ്ധിയിലേക്ക് അടുക്കണം, കൂടുതൽ ദൈവവചനത്തിലേക്ക് അടുക്കണം, കൂടുതൽ പ്രാർത്ഥനയിലേക്ക് അടുക്കണം, കൂടുതൽ വർഷിപ്പിലേക്ക് അടുക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വർഷിപ്പ് ചെയ്യാൻ. പക്ഷെ എന്ത് ചെയ്യാനാ? വർഷിപ്പ് ചെയ്യാനുള്ളൊക്കെ എല്ലാം എൻ്റെ തുടക്കം വർഷിപ്പ് ലീഡറായിട്ട്. വർഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ദൈവത്തെ മറന്ന് ആരാധിക്കണം. അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ എന്തു പറ്റും? നിങ്ങളുടെ ഉള്ളിൽ കിട്ടിയ ആ വെളിച്ചത്തെ, തീയെ എന്തോ പറ്റും? കൂടുതൽ ജ്വലിപ്പിക്കും. അത് ജ്വലിപ്പിക്കുമ്പോൾ തന്നെയല്ല, നിങ്ങളെ പുതിയൊരു വസ്ത്രം ഇടിയിക്കും. എപ്പോൾ ഇടിയിപ്പിക്കും? സ്നാനപ്പെടുമ്പോൾ. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ഇപ്പോൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങളെ പരിശുദ്ധാത്മാവ് ഒരു വസ്ത്രം അങ്ങ് ധരിപ്പിക്കും. ആ വസ്ത്രമാണ് നിങ്ങളുടെ ലൈഫ് മൊത്തം വേണ്ടിയത്. നിങ്ങളെ കാണുമ്പം ഒരു ഡ്രസ്സ് ധരിച്ചവരാ, പക്ഷേ സ്പിരിച്വൽ മണ്ഡലത്തിൽ നിങ്ങളെ കാണുമ്പം എന്ത് പറ്റുന്നറിയാമോ? നിങ്ങളെ അല്ല കാണുന്നേ, നിങ്ങളുടെ മീതെ കർത്താവ് തന്നേക്കുന്ന വിളിയും ദൈവം നിങ്ങളുടെ മേൽ പകർന്നേക്കുന്ന ആ തേജസ്സിന്റെ വസ്ത്രമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. അഞ്ജന സിസ്റ്ററിന്റെ ബ്രദർ ജിത്തു, ഞങ്ങളെല്ലാം കൂടെ ആസാം ഭൂട്ടാൻ ബോർഡർ ഒരു സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഭൂട്ടാൻ കാണാം, അത്രേ ഉള്ളൂ. നടന്നു പോകാം, അത്രയുള്ള ദൂരമേ ഉള്ളൂ. ഞങ്ങളവിടെ ക്യാമ്പിന് വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഒരു കുടുംബമുണ്ട്. ആ കുടുംബം കേരളത്തിലുള്ളൊരു കുടുംബമാണ്. അവരവിടെ കർത്താവിൻ്റെ വേല ചെയ്യുകയും സെയിം ടൈം അവിടെ ഹോസ്പിറ്റലില്ല. അപ്പോൾ ആ ചേച്ചി ഒരു ക്ലിനിക്ക് ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരി നേഴ്സാണ്. ഒരു ക്ലിനിക്ക് ഇട്ടിട്ടുണ്ട്. ആ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം ഞാൻ അവിടെ ചെന്നു. ഒരു ക്യാമ്പിന് ചെന്ന സമയത്ത് അവരിച്ചിരി ശാരീരികമായിട്ട് ക്ഷീണിതരായി, കുറേ രോഗങ്ങളൊക്കെ അവരുടെ ലൈഫിലും വന്നു. അങ്ങനെ ഇവർ പ്രാർത്ഥിക്കാൻ വന്നു. ഈ അവിടുത്തെ പാസ്റ്ററും ആൻറ്റിയും എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നുണ്ട്. കർത്താവ് എന്നെ കാണിക്കുക. ഈ പുള്ളിക്കാരി ക്ഷീണിതയായി, പാസ്റ്ററെ വയ്യ, എനിക്ക് ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ എന്ന് പറഞ്ഞ് ക്ഷീണിതയായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നതാ. പക്ഷെ ഈ ചേച്ചി പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുക, ഒരു മിലിറ്ററി യൂണിഫോം ഇട്ട ഒരു വ്യക്തി എൻ്റെ മുന്നേ വന്നിരിക്കുന്നത്. എൻ്റെ കർത്താവ് ഇവിടെയൊക്കെ സ്റ്റാർ വെച്ചിട്ട് മിലിറ്ററി യൂണിഫോം ഇട്ട്. ഞാൻ മിലിറ്ററി യൂണിഫോം ഇട്ട നഴ്സസ്മാരെ കണ്ടിട്ടുണ്ട്, മിലിറ്ററി ക്യാമ്പസിനകത്ത് കണ്ടിട്ടുണ്ട്. എൻ്റെ ഫാദർ മിലിറ്ററിയിലായിരുന്നു, അല്ലെങ്കിൽ മിലിറ്ററി ക്യാമ്പസിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സ്റ്റാർ വെച്ച് എൻ്റെ പൊന്നെ, ഒരു ബ്രിഗേഡിയർ പോസ്റ്റ് പോലെ. എന്നോട് കർത്താവ് പറയാ, ഇവളെ ഞാൻ ഇവിടെ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു പട്ടാളത്തിൻ്റെ മിലിറ്ററി ഓഫീസർ പോലെ അപ്പോയിന്റ് ചെയ്തേക്കും. ചേച്ചി എങ്ങനെയാ വരുന്നേ? ക്ഷീണിച്ച്. ദൈവം നിങ്ങളെ ഒരു വസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, കുഞ്ഞെ കാണാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ ആരാ നിങ്ങൾ തിരിച്ചറിയണം.
നിങ്ങളുടെ മീതെ ഒരു വസ്ത്രം കിടപ്പുണ്ട്. ആ വസ്ത്രം നഷ്ടമാകല്ലേ. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ കാണാം, ഞാൻ തന്ന വെള്ളവസ്ത്രം എന്ത് ചെയ്യേ, നഷ്ടപ്പെടുത്തിയവനെ ഇനി നീ വില കൊടുത്ത് മേടിച്ചോളെ. നമ്മളത് ചിന്തിച്ചായിരുന്നല്ലേ? ചിന്തിച്ചോ? ഇവിടെ ഒരിക്കൽ നമുക്ക് തന്ന ഗിഫ്റ്റ് എന്തെങ്കിലും നഷ്ടമായാൽ പിന്നീട് എന്ത് ചെയ്യണം എന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയോ പഠിപ്പിച്ചു. എവിടെയെങ്കിലും നിങ്ങൾക്ക് അതാ നിങ്ങളെ കാണുന്നേ. ശത്രു കാണുമ്പോൾ, പിശാച് കാണുമ്പോൾ അതാ കാണുന്നേ. റോയ് പാസ്റ്ററെ അല്ല കാണുന്നേ, സോളമനയ്യായെ അല്ല കാണുന്നേ, വിജിൻ ബ്രദറിനെ അല്ല കാണുന്നേ, അല്ലെങ്കിൽ അനിത ആന്റീനെ അല്ല കാണുന്നേ, നിങ്ങളെ അല്ല കാണുന്നേ. എന്തോ കാണുന്നേ? നിങ്ങൾ നടന്നു പോകുമ്പോൾ എന്തോ കാണുന്നേ? നിങ്ങളുടെ മീതെ കർത്താവ് പകർന്നേക്കുന്ന വസ്ത്രം. അത് നഷ്ടമാക്കല്ലേ, അത് നഷ്ടമാക്കല്ലേ കേട്ടോ. ഭയങ്കര വിഷയമാണ്. ചില സമയത്ത് ദൈവം നമുക്ക് സ്വപ്നങ്ങൾ തരും. ഞാനിതൊക്കെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം. ഒത്തിരി യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സ്പിരിച്വൽ ഇൻസൈറ്റ് കൊണ്ടുവരുന്ന ചില വ്യക്തികൾ കാണാം. അവർ രാത്രി സ്വപ്നം കണ്ടു, അവർ നഗ്നരായി നിൽക്കുന്നു. അവർക്ക് മേൽവസ്ത്രമില്ല, അടിവസ്ത്രമില്ല, അവരുടെ നഗ്നരായി നിൽക്കുന്നു. ഇവർ കണ്ടിട്ട് ഓർക്കുകയോ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ, എന്തു പറ്റി എന്നൊക്കെ കാണാം. പക്ഷെ എന്തുവാ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നറിയാമോ? നിനക്ക് ഞാൻ തന്ന ആത്മിക വസ്ത്രം നഷ്ടമായി, നീ നഗ്നനും. വെളിപ്പാട് പുസ്തകത്തിലെ വാക്കാ, നീ നഗ്നനും അരിഷ്ടനും. ആകയാൽ നീ എന്നോട് ഇനി വെള്ളയുടുപ്പ് വില കൊടുത്ത് മേടിക്കോളെ. കണ്ണിലെഴുതാൻ ലേപം. എന്തുവാ കണ്ണിലെഴുതാനുള്ള ലേപം? നിന്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു, നിന്റെ കണ്ണിലുള്ള ലേപം നഷ്ടമായി. നമ്മൾ പലപ്പോഴും കാണും, ഡോറ് തുറന്നു കിടക്കുന്നു. ഞാൻ പറഞ്ഞായിരുന്നു, ഡോറ് തുറന്നു കിടക്കുന്നു. എന്തുവാ ഡോറ് തുറന്നു കിടക്കുന്നേ? നിനക്ക് ദൈവം തന്നേക്കുന്ന ആത്മീക കാവൽ തുറക്കപ്പെട്ടു. ദൈവമക്കളെ, ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ ഭാഷകൾ മനസ്സിലാക്കണം. പല പ്രാവശ്യം ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വാണിംഗ് ചെയ്ത് തരുമ്പോഴായിരിക്കും പിന്നീട് സാത്താൻ വരത്തുള്ളൂ. ദൈവത്തിന്റെ സ്നേഹം നിമിത്തം ദൈവം നമുക്ക് വാണിംഗ് തരും കേട്ടോ. നമ്മൾ തിരിച്ചറിയണം. ഈ ദൈവവചനത്തിന്റെ പഠനം നിങ്ങളകത്ത് ഒത്തിരി ഇൻസൈറ്റ് തരും. ഗാർഡിയൻ ഏഞ്ചൽസ്. അപ്പം വസ്ത്രം നിങ്ങളുടെ അകത്ത് വെളിച്ചം വന്നു. എന്ത് തന്നു? വസ്ത്രം. ഒന്ന് പറഞ്ഞ്, ആദ്യം എന്ത് വന്നു? വെളിച്ചം. രണ്ടാമത് എന്ത് വന്നു? വസ്ത്രം. ഇനിയും നിങ്ങൾ എപ്പോൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമോ അന്ന് തൊട്ട് നിങ്ങളുടെ കൂടെ 2 ഏഞ്ചൽസ് കാണും. 2 ഏഞ്ചൽസ്. ഒന്ന് കറങ്ങി നോക്കിക്കോ, ഇവിടെ കാണാൻ ഏഞ്ചൽസ് വല്ലതും ഉണ്ടോ? നിങ്ങളുടെ കൂടെ ഏഞ്ചൽസ് ഉണ്ട്. കാണാൻ കണ്ണു തുറന്നാൽ മതി കേട്ടോ. ഇപ്പോഴും എൻ്റെ ലൈഫിനകത്ത് ഞാൻ ഒരിക്കൽ കണ്ടു, എൻ്റെ കർത്താവ് എനിക്ക് കൂടെ തന്നേക്കുന്ന എനിക്ക് ഒരു ഏഞ്ചലായിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് ഉദാഹരണം പറഞ്ഞു. ഒരു പട്ടാളക്കാരൻ പുറകിൽ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്ന ഞാൻ പറഞ്ഞ ഓർക്കുന്നുണ്ടോ അല്ലേ? നിങ്ങളുടെ കൂടെ ഏഞ്ചൽസ് ഉണ്ട്. വഴിയിൽ നിന്നെ കാക്കേണ്ടതിന്, നിന്നെ ദൈവം നിയമിച്ച സ്ഥലത്ത് നിന്നെ എത്തിക്കേണ്ടതിന് 30 ലക്ഷം പേരുടെ കൂടെ ദൈവം ഒരു ദൂതനെ അയച്ചു. പക്ഷെ യേശുവിന്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലിന്റെ കൂടെ ദൈവം 2 ദൂതനെ അയക്കും കേട്ടോ. ഇനി നിങ്ങൾ വണ്ടി ഓടിക്കുമ്പം ദൂതനെയും കൂടെ സ്പീഡ് നോക്കിയിട്ട് വണ്ടി ഓടിക്കാവും. പണ്ടൊരു ദിവസം പറഞ്ഞ, ഞാൻ 90-100 കിലോമീറ്റർ സ്പീഡിൽ പോയാലും എൻ്റെ വണ്ടിക്ക് ഒന്നും പറ്റത്തില്ല. അപ്പം അതിനുള്ള മറുപടി ഒരു ദിവസം പറഞ്ഞതാ, എടാ ദൂതൻ ബോർഡ് നോക്കിയേ വരത്തുള്ളൂ. നീ ട്രാഫിക് സിഗ്നലിൽ നിയമം തെറ്റിച്ചിട്ട് നീ അവിടെ 40 എഴുതി വെച്ചേക്കുന്നിടത്ത് നീ 90 പോയാൽ ദൂതൻ 40 നോക്കിയേ വരത്തുള്ളൂ. നീ മുന്നേ പോയി ഇടിക്കും, പിന്നെ ദൂതൻ വരത്തുള്ളൂ. അതുകൊണ്ട് ദൈവം നമുക്ക് ഗവൺമെന്റിന്റെ നിയമങ്ങൾ തന്നേക്കുന്നതും കൂടെ പാലിക്കണം. ഗവൺമെന്റിന്റെ നിയമം കൂടെ തന്നേക്കുന്നത്. ദൈവത്തിന്റെ ഏഞ്ചൽസ് നമ്മുടെ കൂടെ ഉണ്ട്. ഇത്ര നല്ല ദൈവം. നമ്മളെ എങ്ങനെ ദൈവസന്നിധിയിൽ നന്ദി പറയാതിരിക്കും? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. എങ്ങനെ അപ്പച്ചനോട് നന്ദി പറയാതിരിക്കും അല്ലേ? വഴിയിൽ നിന്നെ കാക്കേണ്ടതിന്, ഞാൻ നിയമിച്ച സ്ഥലത്ത് നിന്നെ എത്തിക്കേണ്ടതിന് ദൈവം പറയുക, ഇതാ ഞാനൊരു ദൂതനെ നിന്റെ കൂടെ ആക്കും കേട്ടോ. കർത്താവിന്റെ വാക്കെന്തുവാ? നിന്റെ കാൽ കല്ലിൽ, നിങ്ങൾ പറഞ്ഞേ, ഇനി വാക്യം അറിയാവുന്നവർ പറഞ്ഞേ, നിങ്ങൾ ഉരുവിട്ടെ, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളൂ. കൈകളിൽ ഗാർഡിയൻ ഏഞ്ചൽസ്. നിങ്ങളുടെ കൂടെ സേവകാത്മാക്കളായ മിനിസ്ട്രിങ് സ്പിരിറ്റ്, ദൂതന്മാരുണ്ട്.
ദൈവത്തിൻ്റെ കാവൽ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. എന്തും കൊണ്ടാണ്? ഇരുട്ട് നിറഞ്ഞ ഭൂമിയിലാണ് നിങ്ങൾ വസിക്കുന്നത്. ഇരുട്ട് നിറഞ്ഞ ഭൂമി. ഞാനൊരു ഉദാഹരണം പറയാം, എന്നിട്ട് ഇവിടുന്ന് മാറാം. നിങ്ങൾക്ക് ആ ഓടുകൾ നമുക്ക് ഇങ്ങനെ പഠിച്ച് നിങ്ങൾക്കൊന്ന് പുതിയ നിയമത്തിൻ്റെ ലാസ്റ്റ് വരെ നമ്മൾ എത്തുക. അതിനുശേഷം നമ്മൾ അടുത്തൊരു കാര്യങ്ങളിലേക്ക് കയറാം. എത്ര സമയമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് പോവാം. ദൈവത്തിൻ്റെ കാവൽ നമ്മുടെ കൂടെ ഉണ്ട്. ചില സമയത്ത് നമുക്ക് ദൂതന്മാരെ കാണാൻ പറ്റത്തില്ല. പക്ഷെ കാണാൻ പറ്റിയില്ലെങ്കിലും എന്തു പറ്റും? ഉണ്ടോ ഇല്ലയോ? പൗലോസ് ഒരിക്കൽ പോവാ. ഞാൻ മുന്നോട്ട് വരുമ്പോൾ പഠിപ്പിക്കാം. പൗലോസ് ഒരിക്കൽ പോവാ, മിഷൻ ജേർണി പോവാ. അദ്രിയക്കടലിൽ കടൽ ഇളകി മറിഞ്ഞു. കപ്പലിലും 272 യാത്രക്കാരും തകരുമെന്നോർത്തു. 14 ദിവസം സൂര്യനെ കാണാനില്ല, ചന്ദ്രൻ ഒന്നും കാണാനില്ല, കാറൊക്കെ വേണം, എവിടെയെങ്കിലും ഇടിച്ച് തകരും എന്നോർത്തു. 14 ദിവസം എല്ലാം തകരുമെന്നോർത്തപ്പം പൗലോസ് ഒരു ദിവസം പറയാ, ഞാൻ സേവിച്ചു നിൽക്കുന്ന എൻ്റെ ദൈവം തൻ്റെ ദൂതനെ ഇന്നലെ രാത്രി എനിക്ക് എൻ്റെ അടുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, കണ്ടോ, ദൂതൻ വന്ന് പറഞ്ഞെന്ന്. ചില വാക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാൽ മതി, അടങ്ങേണ്ടിയതെല്ലാം അടങ്ങും കേട്ടോ. ഇളകുന്നതെല്ലാം ഇളകി മറിയേണ്ടിയതിനെ എല്ലാം ഇളക്കി മറിഞ്ഞാലും കർത്താവിൻ്റെ ഒറ്റ വാക്ക് മതി, അത് മൊത്തം അടങ്ങും. ദൂതം വന്ന് പറയാ, ദൈവം അയച്ച ദൂതം വന്ന് പറയാ, ഈ നിന്റെ ജീവൻ മാത്രമല്ല, ഈ 272 ആൾക്കാരുടെ ജീവനും നിന്റെ കയ്യിൽ ഞാൻ തന്നേക്കാണ്. നിങ്ങൾ ആ വേർഡുകളൊക്കെ പഠിക്കണം. മുന്നോട്ട് വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ദൈവ പൈതൽ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട് അവിശ്വാസികൾ ഉണ്ടെങ്കിൽ പോലും പ്രൊട്ടക്റ്റഡാണ് കേട്ടോ. നിങ്ങൾ കയറുന്ന ബസ് നിങ്ങളുള്ളത് കൊണ്ട് പ്രൊട്ടക്റ്റഡാണ്. സ്വത്രം വരുന്നില്ലല്ലോ. നിങ്ങൾ കയറുന്ന കാറ് നിങ്ങൾ നിമിത്തം പ്രൊട്ടക്റ്റഡാണ്. നിങ്ങൾ കയറുന്ന പ്ലെയിൻ എന്തുമാവട്ടെ നിങ്ങൾ നിമിത്തം ഇതും കപ്പലിന് ഛേദം വന്നാലും 272 പേരും മരിക്കത്തില്ല. 272 പേരും. പിന്നെ ആ കപ്പൽ തകർന്നു, 272 പേരും എവിടെ കയറി? അക്കരെ കയറി. ആ സ്ഥലത്തിന്റെ പേരെന്തുമായിരുന്നു? മെലിത്ത. ഇന്ന് ആ സ്ഥലത്തിന്റെ പേരെന്തോന്നറിയാമോ? മാൾട്ട. ഞാൻ മാൾട്ടയിലുള്ളവർക്ക് ഇപ്പം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. മാൾട്ട, മെലിത്ത, മാൾട്ട എന്ന സ്ഥലം അല്ലേ. അവിടെ ചെന്നിട്ട് രക്ഷപ്പെട്ടോ? അവിടെ ചെന്നിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹം. പക്ഷെ ഓരോ നമുക്ക് പഠിച്ചു പോകാം. ദൈവത്തിൻ്റെ കാവലുണ്ട്. നിങ്ങൾ ഓർത്താണ്, ഇളകി മറിയുമ്പോൾ നിങ്ങളും കൂടെ അതുപോലെ ഇളകി മറിയില്ല. പിശാചിൻ്റെ ഇഷ്ടം നിങ്ങളെ കൂടെ ആകത്തെല്ലാം കൂടെ ഇളക്കി മാറിച്ച് വെപ്രാളത്തിൽ ഇരിക്കുന്നതും കളഞ്ഞ് കിച്ചണി ജോലി ചെയ്യുന്ന സമയത്ത് ഉപ്പിടേണ്ടിയെടുത്ത് പഞ്ചസാര ഇട്ട് വ്യാകപ്പാടെ എല്ലാം കൂടെ പിശാചിൻ്റെ ഇഷ്ടം അതാ. നിങ്ങൾ അന്നേരം ഏറ്റവും കൂളായിട്ട് വർക്ക് ചെയ്യണം. പിശാചി നിങ്ങളുടെ സറൗണ്ടിങ് മൊത്തം ഇളക്കി മറിക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ശാന്തമാകുക. ദൈവമാണോ യഹോവയാണോ നിങ്ങളുടെ ഇടയൻ, അവൻ നിങ്ങളെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക്, അവൻ നിങ്ങളുടെ പ്രാണനെ എന്തോ ചെയ്യും? തിളപ്പിക്കുമെന്നാണോ? തിളപ്പിക്കുമെന്നാണോ? എങ്ങനെ എഴുതിയേക്കുന്ന വേർഡ്? തണുപ്പിക്കും. നിങ്ങളുടെ പ്രാണൻ എപ്പോഴും കൂളായിട്ടിരിക്കണം. വേറെ ഒരാൾ പോലും ഒന്നും പോലും നിങ്ങളുടെ പ്രാണനെ ചൂട് പിടിപ്പിക്കാൻ അഥവാ നിങ്ങളുടെ പ്രാണൻ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അല്ലേ. ഒരു പുള്ളി ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുക. റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് ഇവർക്കങ്ങ് പാനിക്ക, വെപ്രാളമാ, കുറച്ച് പാനിക്ക. എന്തെങ്കിലും നടന്നപ്പോൾ അത് അവരുടെ അപ്പനും അമ്മയും എല്ലാവരും ഉണ്ട്. അവരെ ട്രെയിൻ കയറ്റി വിടാൻ വേണ്ടി വന്നതാ. അവിടെ പോയി നിന്നു. കണ്ടോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിലാണ്. ഒരു അനൗൺസ്മെന്റ് ചെയ്തു. നമ്പരെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനിടയ്ക്ക് വേറൊരു ട്രെയിൻ പെട്ടെന്ന് വന്നു. ആ ട്രെയിൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടുത്തെ പിതാവ്, ആ വ്യക്തിയുടെ പിതാവ്, ഞാൻ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയി, അപ്പുറത്തോട്ട് പോയി. അങ്ങോട്ട് പോയി ട്രെയിൻ വന്നു, നിർത്തി. ആ ട്രെയിൻ അങ്ങ് പോയി. നോക്കിയാൽ പിതാവിനെ കാണാനില്ല. ഈ വ്യക്തിക്ക് അത്രയും മതിയായിരുന്നു. പാനിക്ക് തുടങ്ങിയിട്ട് ആകപ്പാടെ ഫുൾ ബഹളമായി. പുള്ളി അവിടെ ചായ മാറിയെന്ന് കുടിച്ചിട്ട് തിരിച്ചു വരും. ഇത്രയേ ഉള്ളൂ. പുള്ളി അപ്പോഴത്തെ ചായ കുടിച്ചിട്ട് തിരിച്ചു വരിക. പക്ഷെ ഈ വ്യക്തി ഓർത്തു, ഈ സിസ്റ്റർ ഓർത്തു എന്തുവാണെന്നറിയാമോ? എൻ്റെ പിതാവ് ആ ട്രെയിനിൽ കയറിപ്പോയി. വെപ്രാളം കൊണ്ട് വയ്യ. എന്തോ പറ്റിയാലും ഏതൊക്കെ ഇളക്കം പിശാച് ഏതൊക്കെ തരത്തിൽ നമ്മുടെ നേരെ മാനസികമായിട്ട് കൊണ്ടുവരാൻ നോക്കിയാലും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അതിനെ സ്വീകരിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ?
സ്വീകരിക്കല്ലേ. നിങ്ങൾ പറയണം, എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കാവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു ഉദാഹരണം, കുറേ വർഷങ്ങൾക്ക് പുറകിൽ നിങ്ങൾക്ക് ഗദാഫി, ലിബിയ എന്നൊക്കെ സ്ഥലം കേട്ടിട്ടുണ്ടോ? ഗദാഫി ഒക്കെ കേട്ടിട്ടുണ്ടോ? ലിബിയ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലങ്ങളിലൊക്കെ പണ്ട് പ്രശ്നങ്ങൾ 25-30 വർഷത്തിന് മുമ്പൊക്കെ പ്രശ്നങ്ങൾ നടക്കുമായിരുന്നു. ആ മിഡിൽ ഈസ്റ്റൊക്കെ എപ്പോഴും പ്രശ്നങ്ങളാണ്. ഇന്നിപ്പം എന്തുവാ ഈ സിറിയയിലൊക്കെ പ്രശ്നം നടക്കുന്ന പോലെ പണ്ടൊക്കെ ലിബിയയിലൊക്കെ ആയിരുന്നു ഭയങ്കര പ്രശ്നങ്ങളും തീവയ്പ്പും ഇങ്ങനെയൊക്കെ ഭയങ്കര കലാപം നടക്കാൻ. ഇത് സ്റ്റീഫൻ ജോർജ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഒരു ചർച്ചിൽ, ഞാനുണ്ടായിരുന്ന ഒരു ചർച്ചിൽ വന്നിട്ട് അദ്ദേഹം ആന്ധ്രാക്കാരൻ, അദ്ദേഹം ഒന്ന് പറഞ്ഞതാണ്. അദ്ദേഹം ഒന്ന് പറഞ്ഞ വോടി ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് പുറകിൽ ലിബിയയിൽ പ്രശ്നം ഉണ്ടാകുക, ഭയങ്കര പട്ടണം ഈ ഐസിസ് ഒക്കെ വരുന്നത് പോലെ എല്ലാം പിടിച്ചടക്കുക. ഈ സ്ഥലത്ത് അമേരിക്കൻ ഗവൺമെന്റ് ഒരു ഓർഡർ കൊടുത്തു, പെട്ടെന്നൊരു ഇൻഫർമേഷൻ കൊടുത്തു, ആരെങ്കിലും അമേരിക്കൻ സിറ്റിസൺ ഉണ്ടെങ്കിൽ പെട്ടെന്ന് രാജ്യം വിട്ടു പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം അവിടെ പ്രശ്നം നടക്കുക. അപ്പൊ ഇതെല്ലാം നടക്കുക. ഇപ്പൊ പല ആൾക്കാരും രാജ്യം വിട്ടു, പ്ലെയിൻ വന്നു, അവരെ എല്ലാം തിരിച്ചു കൊണ്ടുപോയി. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മിഷണറി താൻ പോകാൻ ലേറ്റായി. ആ മിഷണറി തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും താനങ്ങ് അമേരിക്കയ്ക്ക് പറഞ്ഞു വിട്ടു. ഈ മിഷണറി പോകാൻ വേണ്ടി ലേറ്റായി. ഈ മിഷണറിയോട് ഒരു നായുണ്ട്, ഒരു നായും കൂടെ, ട്രെയിൻഡ് ആയിട്ടുള്ളൊരു നായ. നിങ്ങൾക്കറിയാം, ഫോറിനേഴ്സ് അവരുടെ വീട്ടിലും അവരുടെയൊക്കെ ട്രെയിൻഡ് നായകളെ വളർത്തും. അപ്പൊ ഇങ്ങനെ നായയും കൂടെ ഉണ്ട്. ഇവ രണ്ടും മാത്രമേ ഉള്ളൂ. ഏത് രാത്രിയിലാണ് വരുന്ന അറ്റാക്ക് വരുന്ന പ്രശ്നം വരുന്നതെന്ന് അറിയാൻ വയ്യാതിരിക്കുക. എപ്പം വേണേലും വരാം. ഓരോ രാത്രിയിലും രാവിലെ എഴുന്നേറ്റെന്ന് പറയാം. അങ്ങനത്തെ കണ്ടീഷനിൽ പോവാം. ഒരു ദിവസം ഈ മിഷണറി കിടന്നുറങ്ങുന്ന സമയത്ത് ഈ മിഷണറിയുടെ അടുക്കൽ ഈ നായ് വന്നിട്ട്, തൻ്റെ മുറി വന്നിട്ട് നായ് വന്ന് വിളിച്ചു. നായ് വന്നിട്ട് കൈകൊണ്ട് വിളിച്ചിട്ട് ഈ നായ് പോയി ജനലിനടുക്കെന്ന് ഇങ്ങനെ നോക്കി എന്തൊക്കെയോ മൂളുന്നു. പിന്നെയും വന്നു. ദേഹം എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ നായ് പിന്നെ അവിടെ പോയി മൂളുന്നുണ്ട്. പിന്നെയും വന്നു വിളിച്ചപ്പോൾ ഈ മിഷണറിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. കാണിച്ചു തരിക എന്നെ. ഈ മനുഷ്യൻ ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ വന്ന് ആ ജനലിൻ്റെ അവിടോട്ട് നോക്കുമ്പോൾ താൻ കാണുക, തൻ്റെ വീടിൻ്റെ മുമ്പിൽ 11 ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നു. 11 ദൂതന്മാർ. അവരെന്തൊക്കെയോ സംസാരിക്കുക. ആ ഏഞ്ചൽസ് എന്തൊക്കെ, ഒരു ലീഡറായിട്ടുള്ള ഒരു ദൂതൻ്റെ കയ്യിൽ വാളുണ്ട്, ഊരിപ്പിടിച്ച വാളുണ്ട്. ആ വാളുമായിട്ട് നിന്നുകൊണ്ടാണ് ഈ ഏഞ്ചൽ ലീഡറായിട്ടൊരു തനിക്ക് കണ്ട മനസ്സിലായി. താൻ കേൾക്കുക, പറയുന്നത് എന്തുവാണ്? ഈ മിഷണറി കേൾക്കുക, പറയുന്നത് ഈ ഏഞ്ചൽസ് പറയുക. 2 ഏഞ്ചൽസിനോട് പറഞ്ഞു, നീ ഇന്ന പട്ടണത്തിൽ പോവാ, നമ്മുടെ യജമാനനായ ദൈവം പറഞ്ഞതും ചെയ്യുകയും ആ പട്ടണത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അടുത്ത 2 പേരോട് പറഞ്ഞു, 2 നീ അവിടെ പോ. അടുത്ത് ഈരണ്ടായി അവരെ അയക്കാൻ തുടങ്ങുമ്പോൾ ഈ ലീഡറായിട്ടുള്ള ദൂതൻ പറയുക, ഈ മിഷണറിയുടെ വീടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാം, നിങ്ങളെല്ലാവരും പോയിട്ട് ഇവിടെ തന്നെ മടങ്ങി വരണം. നീ ഇവിടെ തന്നെ മടങ്ങി വരണം. ഈ പട്ടണത്തിൽ നമ്മുടെ ദൈവത്തിന് ഉടയവനായ ദൈവത്തിൻ്റെ ദാസന്റെ വീട് ഇത്. ഈ പട്ടണത്തിനകത്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ഈ വീടിന് കാവലായിരിക്കും. 2 പേര് ഏഞ്ചൽസിനെ ഈ ലീഡറായ ദൂതൻ അയച്ചിട്ട് ഈ ദൂതൻ ഇവിടെ കാവലാണ്. രാവിലെ എഴുന്നേറ്റ് ഇറങ്ങി നോക്കുമ്പോൾ ദൂതനെ കാണാനില്ല. രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദൂതൻ പോയാന്ന്? അല്ല, ദൂതനുണ്ട്. രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്നപ്പോൾ ദൂതനെ കാണാനില്ല. അപ്പൊ ഈ മിഷണറിക്ക് അറിയാം, മിഷണറി ഓർത്ത് കാണുമായിരിക്കാം, ദൂതൻ അവിടെ ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ കണ്ണിന് ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല കേട്ടോ. ദൈവം തൻ്റെ ദാസന്മാർക്ക് കാവല് തരും. നിങ്ങളുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ പോകുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ജഡത്തിലാണ് വസിക്കുന്നേ, പക്ഷേ നമ്മൾ ജഡത്തിലുള്ളവരല്ല, നമ്മൾ ആത്മാവിലുള്ളവരാ. ആണോ? ബ്രദറെ, നമ്മളൊക്കെ ജഡത്തിൽ വസിക്കുന്നവരാ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജഡത്തിലാ. പക്ഷെ നമ്മുടെ ആത്മാവ്, കർത്താവ് നമ്മളെ ഉയർപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ യേശുവിനോടുകൂടെ ഇരുത്തിയിരിക്കുന്ന എഫേസ് ലേഖനം 2:7 പറയുന്നേ. നമ്മൾ ഈ ജഡമൊക്കെ ശരീരമൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകുന്നേ, പക്ഷെ നിങ്ങളുടെ ആത്മാവിന്, അല്ലേ, നിങ്ങളുടെ ആത്മാവിൽ കണ്ണു തുറന്ന് ചിലത്
നിങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ തൻ്റെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. ഓ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി അപ്പനൊരു നന്ദി പറഞ്ഞ്. ഇന്നലകളിൽ എന്നെ സൂക്ഷിച്ചത് ആരാ? നാളുകളിൽ എന്നെ നടത്തുന്നത് ആരാ? ഓ, എൻ്റെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ അപ്പച്ചന് സ്തോത്രം. നോക്കിയേ, ഗാർഡിയൻ ഏഞ്ചൽസ്, ഗാർഡിയൻ ഏഞ്ചൽസ്, സേവകാത്മാക്കളായ ദൂതന്മാരുണ്ട്. ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ കർത്താവ് ട്രെയിനിലോട്ട് കയറുമ്പോഴായിരിക്കും, ബസ്സിലോട്ട് കയറുമ്പോഴായിരിക്കും ഞാൻ പറയും, കർത്താവ് ഈ വാഹനത്തെ അങ്ങയുടെ രക്തം കൊണ്ട് ഞാൻ മറയ്ക്കും, രക്തം കൊണ്ട് മറയ്ക്കും. നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ രക്തം കൊണ്ട് മറയ്ക്കണം. നിങ്ങൾ യേശുവിനോട് പറയണം, കർത്താവ് എനിക്ക് കാവൽ നിന്ന്. എന്തു പറ്റും? നിങ്ങളുടെ മുൻപട, പറഞ്ഞോ, പിൻപട. എന്തിനാ ബൈബിൾ ഇത് പഠിപ്പിച്ചേക്കുന്നേ? എന്തിനാ ബൈബിൾ ഇത് പഠിപ്പിച്ചേക്കുന്നേ? പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, രാത്രിയിലെ ഭയം, ഇതൊന്നും നിനക്ക് പേടിപ്പാനില്ല. ഇതൊന്നും നിന്നോട് ഒരു ബാധയും. അയ്യോ, നിങ്ങളൊന്ന് ഉറക്കെ പറഞ്ഞേ. എനിക്ക് കേൾക്കാനല്ല, എനിക്ക് വാക്യ അറിയാം, പക്ഷെ നിങ്ങൾ ഉരുവിടാൻ വേണ്ടി ഞാൻ എൻകറേജ് ചെയ്യുക ദൈവമക്കളെ. നമ്മുടെ ജീവന്റെ വചനം നിങ്ങൾ ഉരുവിടുന്നേ. അയച്ച പ്രവർത്തികൾ തികയ്ക്കാതെ അത് ഒരിക്കലും മടങ്ങി വരത്തില്ല, മടങ്ങി വരത്തില്ല. നിങ്ങൾ ദൈവവചനം ഉരുവിട്, ഉരുവിട്. ശൂന്യതകളെ നോക്കി ദൈവവചനം പറ, ഉണ്ടായി വരും, ഉണ്ടായി വരും. നിങ്ങളുടെ എത്ര പ്രതിസന്ധികളാണെങ്കിലും വചനം അയച്ചോ. അത് ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലിനെക്കാട്ടിലും ബോംബിനെക്കാട്ടിലും പവർഫുള്ളാ ഇരുവായ്ത്തലയുള്ള വാള്. അതിനെക്കാട്ടിലും മൂർച്ചയേറിയത്. അന്ന് ഇരുവായ്ത്തലയുള്ള വാളായിരുന്നു ഏറ്റവും ടോപ്പ് ആയുധം അന്നത്തെ കാലത്ത്, അതായിരുന്നു. പക്ഷെ അതിനെക്കാട്ടിലും വലുതാണെന്ന അപ്പോസ്തലനായ പൗലോസ് എഴുതിയേക്കുന്നത് ദൈവത്തിന്റെ വചനം. ഇപ്പൊ ഇന്നുള്ള ഏത് വെപ്പണേക്കാട്ടിലും വലുതേതാ? ഒന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ ജീവനുള്ള വചനം. ആ വചനം നമ്മുടെ നാവിൽ ദൈവം തന്നിരിക്കുക. നിങ്ങൾ മിണ്ടാതിരിക്കല്ലേ, നിങ്ങൾ നാവ് തുറന്ന് പറയണം, നാവ് തുറന്ന് പറയണം. യേശുവിന്റെ നാമത്തിൽ അവൻ വചനമയച്ച അവരെ കുഴിയിൽ നിന്ന് കയറ്റുന്നു. എന്താ അയച്ചാ കുഴിയിൽ നിന്ന് കയറ്റുന്നേ? വചനം. കയറുകൊണ്ടല്ല കുഴിയിൽ നിന്ന് കയറ്റുന്നേ. എന്തുകൊണ്ടാ കുഴിയിൽ നിന്ന് കയറ്റുന്നേ? വചനമയച്ച്. അവൻ വചനമയച്ച് അവരെ സൗഖ്യമാക്കുന്നു. He sent his word and healed that people, healed thy people. അവൻ വചനമയച്ച് അവരെ സൗഖ്യമാക്കുന്നു. അവൻ വചനമയക്കുന്നു. അവൻ വചനമയച്ച എന്തെങ്കിലും കേടുപറ്റിയതിനെ റിസ്റ്റോർ ചെയ്യുന്നത് എന്താ അയച്ചാ? വചനം. വചനം. അടിമത്തത്തിൽ നിന്ന് വിടുതലാക്കുന്നതിന് മോശയുടെ നാവിൽ എന്തോ കൊടുത്തേ? വചനം. ഞാൻ നിന്റെ നാവോടുകൂടെ ഇരിക്കാം, പൊക്കോ. ഞാൻ നിനക്ക് 1000 കുതിരയെ തരാമെന്നല്ല പറഞ്ഞേ, നിനക്ക് ഒരു 10,000 പടയാളികളെ തരാമെന്നല്ല പറഞ്ഞു. ഒറ്റ കൂടെ പറഞ്ഞുള്ളൂ, ഞാൻ നിന്റെ നാവോടുകൂടെ ഇരിക്കാം. യെരമ്യാവിന് എന്തോ ദൈവം കൊടുത്തേ? നാവിന്റെ മേൽ ദൈവം തൊട്ടിട്ട് പറഞ്ഞു, ഇതാ എന്റെ വചനം ഞാൻ നിന്റെ നാവി തന്നേക്കുന്നു. യെശയ്യാവിന് എന്തോ കൊടുത്തേ? യെശയ്യാവിനെ തീക്കനൽ കൊണ്ട് അധരങ്ങളെ ശുദ്ധീകരിച്ചിട്ട് പറഞ്ഞു, ദേ നിന്റെ നാവിനെ ശുദ്ധീകരിച്ചിരിക്കുന്നു, പൊക്കോ. എഹെസ്കേലിന് എന്തോ ദൈവം കൊടുത്തേ? എഹെസ്കേലിന് പറഞ്ഞു, പ്രവചിക്ക്. നീ പ്രവചിച്ചാൽ ഭൂകമ്പം ഉണ്ടാവും, അസ്ഥിയോട് വന്ന് ചേരും, കാറ്റുകൾ അടിക്കും. ഇനി അപ്പോസ്തല പ്രവൃത്തിയിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ നമ്മുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ ശിഷ്യന്മാരുടെ ഏത് ഭാഗത്തെയാ നിറച്ച്? ഏത് ഭാഗത്തെ തൊട്ടെ? നാവിനെ, കേട്ടോ, നാവിനെ തൊട്ടെ. അവിടെ അഗ്നിനാവെന്ന് എഴുതിയേക്കുന്ന വേർഡ് ട്രാൻസ്ലേഷനിൽ ഇച്ചിരി മിസ്റ്റേക്ക് ഉള്ള കേട്ടോ. നമ്മൾ ഓർക്കുന്ന പിളർന്ന നാവെന്നൊക്കെ എഴുതിയേക്കുന്നത് തലയുടെ മീതെ വന്നൊരു പിളർന്ന നാക്ക് വന്നു, അത് വന്ന് ഇങ്ങനെ ഇടന്ന് ആടി എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലായി. അത് അങ്ങനല്ല വേർഡ്. പിളർന്ന ക്ലോവൻ ടങ് ഡിഫ്യൂസ്ഡ് ത്രൂ ഔട്ട് ദർ സ്പിരിറ്റ്സ്. ഒരു അഗ്നി കഷണം വന്നിട്ട് ആ അഗ്നി കഷ്ണം 120 പൊട്ടിച്ചിതറി. ഒറ്റ അഗ്നി കഷ്ണം പൊട്ടിച്ചിതറിയിട്ട് ആ അഗ്നി കഷ്ണം അവരുടെ സ്പിരിറ്റിലേക്ക് ഇറങ്ങിപ്പോയി, അവരുടെ ആത്മാവിലേക്ക് ഇറങ്ങിപ്പോയി. ഇറങ്ങി അങ്ങോട്ട് അകത്ത് കിടന്ന് കത്താൻ തുടങ്ങിയപ്പോൾ ഇവരുടെ നാവ് ചലിക്കാൻ തുടങ്ങി. ആത്മാവ് അവർക്ക് അകത്ത് നൽകിയതുപോലെ അവര് സംസാരിക്കാം. അഗ്നി ഒരു നാക്കിന്റെ ഷേപ്പിലുള്ള അഗ്നി വന്ന് തലയിരിക്കുവര് അല്ലായിരുന്നു, മൊത്തം അഗ്നി കൊണ്ട് അങ്ങ് മൂടി. അന്നേരം ഈ ടങ്ങെന്ന് എഴുതിയേക്കുന്നതിനകത്ത് എവിടെയെങ്കിലും ടങ്ങെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈബിളില് ആ വേർഡിന്റെ അർത്ഥം നാക്കെന്നല്ല, ആ വേർഡിന്റെ അർത്ഥം ഭാഷയെന്ന. ടങ്ങെന്ന് പറഞ്ഞേക്കുന്ന വേർഡ്, ടങ്ങെന്ന് പറഞ്ഞേക്കുന്ന അർത്ഥം എന്തുവാ? ഒരിക്കല് ഭാഷ എന്നാ.
ഡിഫറെൻറ്റ് ടങ്സ്, ഡിഫറെൻറ്റ് ട്രൈബ്സ് എന്ന് പറഞ്ഞേക്കുന്ന അർത്ഥം എന്തുവാ? ഭാഷ എന്നാണ്. നിങ്ങൾക്ക് രസകരമായ ഒരു കാര്യം പറയാം. ഒരു ചെറുക്കന് മലയാളം മാത്രം അറിയാവുന്നൊരു ചെറുക്കനോട്, എടാ സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ പോവാ, നിന്റെ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യാൻ അവനെ കൊണ്ട് പ്രിൻസിപ്പൽ എഴുതിക്കുക. വാട്ട് ഈസ് യുവർ നെയിം, ഫുൾ നെയിം എഴുതാൻ പറഞ്ഞു, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ പറഞ്ഞു. വാട്ട് ഈസ് യുവർ ഏജ് എഴുതാൻ പറഞ്ഞു, ഇങ്ങനെ പ്ലേസ് അഡ്രസ് എല്ലാം എഴുതാൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു വാട്ട് ഈസ് യുവർ മദർ ടങ് എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു എൻ്റെ അമ്മയുടെ നാക്ക് കരിനാക്കാണ്. ആ അമ്മയുടെ നാക്ക് അങ്ങനെ എന്നല്ല ആ വേർഡിന്റെ അർത്ഥം. വാട്ട് ഈസ് യുവർ മദർ ടങ് എന്ന് ചോദിച്ചാൽ ആ വേർഡിന്റെ അർത്ഥം നിന്റെ ഭാഷ, മാതൃഭാഷ എന്തുവാണ്? മാതൃഭാഷ. അപ്പം ടങ്സ് എന്ന് എഴുതിയേക്കുന്ന വേർഡിന്റെ അർത്ഥം നാക്കെന്നല്ല, അവിടെ ഭാഷ എന്നാ. അവരുടെ ഉള്ളിൽ ഭാഷ കൂടി. പക്ഷെ ട്രാൻസ്ലേഷൻ ചെയ്തപ്പോൾ നാക്കെന്നായി പോയതാ കേട്ടോ. അവിടെ എഴുതിയേക്കുന്ന ഇംഗ്ലീഷ് വേർഡിനകത്ത് സ്റ്റഡി ബൈബിളിൽ എഴുതിയേക്കുന്നത് ദ ക്ലോവൻ ടങ് ഡിഫ്യൂസ്ഡ് ത്രൂ ഔട്ട് ദർ സ്പിരിറ്റ്സ്. ഒരു വന്ന ആ അഗ്നി അത് പൊട്ടിച്ചുതറി 120 പേരുടെ അകത്തേക്ക് സ്പിരിറ്റ്സിലേക്ക് പോയി. അന്നേരം ആത്മാവരുടെ അകത്ത് കത്താൻ തുടങ്ങി, അവർ സംസാരിക്കാൻ തുടങ്ങി. ഓ ശവനധരിയ അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ഡിഫറെന്റ്, അത് സ്വർഗീയ ഭാഷയാകാം, വന്ന ഡിഫറെന്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ ഭാഷയാകാം കേട്ടോ. അന്യഭാഷ പല തരത്തിലുണ്ട്. വന്നയാൾക്ക് മർത്യർ, മേദ്യർ, പാർസ്യർ, ഏദോമിയർ, ഇങ്ങനെ വന്നേക്കുന്ന എല്ലാ ഇവരൊക്കെ ഞങ്ങളുടെ ഭാഷയെ സംസാരിക്കുന്നേ. ഇവിടെ ആരാ ഇത് കൊടുത്തേ? പരിശുദ്ധാത്മാവ്. അവരുടെ ഭാഷയിൽ വൻ മർമ്മങ്ങളെ പ്രസ്താവിച്ചു. നിങ്ങളങ്ങ് സംസാരിക്കണം. ദൈവം നിങ്ങളുടെ നാക്കിൽ തരുമ്പം സംശയിച്ച് നിൽക്കല്ലേ. ദൈവം നിങ്ങളുടെ ഉള്ളിൽ തരുമ്പം എന്തു പറ്റണം അറിയാമോ? നിങ്ങൾ സംസാരിച്ചോണം. ആത്മാവിൽ സംസാരിക്കാൻ വേണ്ടി തുടങ്ങണം. മടങ്ങി വരാം. നോക്കിയേ, ദൈവത്തിന്റെ കാവൽ, ദൈവത്തിന്റെ സുരക്ഷ നിങ്ങളുടെ കൂടെ ഉണ്ട്. അടുത്ത വേർഡിലേക്ക് വരാം, നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തത്, പത്രോസിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുമ്പം അല്ലേ, ദൂതൻ ഇറങ്ങി ഒന്ന് തൊടുന്നത് കാണാം. 1-ാം വാതിലും വായിച്ചു, 2-ാം വാതിലും പട്ടണത്തിന്റെ വാതിലും തന്നെ തുറക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 12:11 തൻ്റെ അപ്പോസ്തോലന്മാർക്ക്, യേശു തെരഞ്ഞെടുത്ത തൻ്റെ ശിഷ്യന്മാർക്ക് ചുറ്റിനും കാവലുണ്ടായിരുന്നത് കേട്ടോ. ഒന്ന് വായിച്ചു, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ആ ആ ആ ആ ഓഹോ, പത്രോസിന് സുബോധം വന്നു. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ സുബോധമൊക്കെ വരട്ടെ അല്ലേ? കർത്താവിന്റെ അത്ഭുതങ്ങളെ കാണാൻ നമുക്കും കൂടെ. പത്രോസ് ഭയങ്കര ഉറക്കോ, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇത്രയും നാളെ കൊല്ലാൻ പോവാ പുള്ളി, അന്നേരം കിടന്നു. നമ്മളാന്നേ ഉറങ്ങുമോ? നമ്മൾ ഉറങ്ങത്തില്ല, വീട്ടുകാരെ ഉറക്കത്തില്ല അല്ലേ, നാട്ടുകാരെ ഉറക്കത്തില്ല, അങ്ങനെ ചിലര്. പക്ഷെ പത്രോസോ, പുള്ളി ഭയങ്കര ഉറക്കം. അതാ പ്രാണൻ തണുത്തു കഴിഞ്ഞാലുള്ള ഗുണം. പ്രാണൻ തണുത്തു കഴിഞ്ഞാൽ നീ ഏത് പ്രതിസന്ധിക്കകത്തും കിടന്ന് ഉറങ്ങിക്കോളൂ. ദൈവം നിനക്ക് ഭയങ്കരമായിട്ട് ഉറക്കം തരും. ഇപ്പൊ ഉറങ്ങല്ലേ, ഇനി ഉറങ്ങിപ്പോല്ലേ. സോ ദൈവം, പത്രോസ് കിടന്ന് ഉറങ്ങി. നാളെ കൊല്ലാൻ പോവാ. ദൂതൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് പത്രോസ് പറഞ്ഞു, നീ വസ്ത്രം ധരിക്കുക വാ. എന്നിട്ട് ദൂതൻ 1-ാം വാതിൽ തുറന്നു, 2-ാം വാതിൽ, പട്ടണത്തിന്റെ വാതിൽ സ്വയവേ തുറന്നു. ദൂതൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയാൽ കേട്ടോ, അവിടെ ദൂതനല്ല ഉയർത്തപ്പെടേണ്ടത്, ദൂതനെ അയച്ച നമ്മുടെ പിതാവാം ദൈവം ഉയർത്തപ്പെടേണ്ടത്. പക്ഷെ തൻ്റെ ദൂതനെ ദൈവം അയച്ചപ്പോൾ ആ അധികാര നിമിത്തം വാതിലുകൾ തുറക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും സ്പിരിച്വലി അടഞ്ഞ വാതിലുകൾ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തുറക്കട്ടെ. ഓ രാമൻ പറഞ്ഞതിനെ സ്വീകരിച്ച് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അടയപ്പെട്ട വാതിലുണ്ടെങ്കിൽ അത് തുറക്കട്ടെ. സ്പിരിച്വലിയാ, ചില വ്യക്തികൾ സ്പിരിച്വലി അടയപ്പെട്ടു പോയി. അവരെല്ലാം ഉണ്ട്, പക്ഷെ ഏകാന്തതയാ. എന്താ പറ്റി? ഒരു കാണപ്പെടാത്ത ഒരു ജയിലിനകത്ത് ഇവർ പെട്ടുപോയി. അല്ലെങ്കിൽ ഇവർ എല്ലാ സൗകര്യങ്ങളും, എല്ലാ നന്മയും, എവ്രിതിങ് ഉണ്ട്. ചിലര് അവരെ സ്പിരിച്വലി ജയിലിനകത്താണ്. ചിലത് സ്പിരിച്വൽ കോൺസിക്വൻസാ. സ്പിരിച്വലി ദൈവത്തിന്റെ ലോ വയലേറ്റ് ചെയ്തത് നിമിത്തം വന്ന സ്പിരിച്വൽ കോൺസിക്വൻസാ. ഇനി അത് റിലീസ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു അഭിഷക്തൻ റിലീസ് ചെയ്യണം. സ്പിരിച്വലി റിലീസ് ചെയ്താൽ റിലീസാവും. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഒരു തെറ്റ് ചെയ്താൽ, ലോകത്തിന്റെ നിയമപ്രകാരം ഒരു തെറ്റ് ചെയ്താൽ എവിടെ പോവും?
ജയിലിൽ പോകും. ആ ജയിലിൽ നിന്ന് ഇനി ഇറങ്ങണമെങ്കിൽ അതിന്റെ പേയ്മെന്റ് കൊടുക്കുമോ, അതിന്റെ പെനാൽറ്റി ചെയ്യും, അതൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ആ കൊടുക്കാതെ ഇറങ്ങാൻ പറ്റത്തില്ല. അതുവരെ ജയിലില്ല കേട്ടോ. നമുക്ക് ഈ ഇന്നത്തെ സിസ്റ്റം അനുസരിച്ച് പരോളും ഒക്കെ ഉണ്ട്. ആത്മമണ്ഡലത്തിൽ പരോളും പരിപാടികളും ഒന്നുമില്ല. പക്ഷെ സ്പിരിച്വൽ മണ്ഡലത്തിൽ പലരും ദൈവത്തിന്റെ ലോ വയലേറ്റ് ചെയ്ത് കഴിയുമ്പം അവരുടെ സ്പിരിറ്റ് ഒരു ജയിലിനകത്തായി. ഇനി അത് ആര് റിലീസ് ചെയ്യണം? റിലീസ് ചെയ്യുന്ന കർത്താവാണ്. കാരണം കർത്താവ് സുപ്രീം അതോറിറ്റി. പക്ഷെ ദൈവമാക്കിയ ഏതെങ്കിലും ഒരു അഭിഷക്തൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെങ്കിൽ, അത് റിലീസ് ചെയ്യാമെങ്കിൽ നിങ്ങളെ കർത്താവ് റിലീസാകും. കർത്താവിനോട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ പ്രാർത്ഥിച്ചാൽ, ഒരു നീതിമാനെ കാണിച്ചു വന്നാൽ, നീ മധ്യസ്ഥത കാണിച്ചാൽ ഞാൻ ആ പട്ടണത്തെ വിടുവിക്കാം. എൻ്റെ ദാസന്മാരായ നോഹയും മോശയും ഇവരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇനി ഇസ്രായേലിനോട് ക്ഷമിക്കത്തില്ല. അവരൊക്കെ പ്രാർത്ഥിച്ചാൽ നടക്കും. പക്ഷെ ഇസ്രായേലിന്റെ പാപം അത്ര കഠിനമായി പോയി. അപ്പൊ ഇന്ന് പകൽ ആ വോർഡിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞ്, നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും കർത്താവ് നിങ്ങൾക്ക് തന്നേക്കുന്ന സ്പിരിച്വൽ ലൈഫിനകത്ത് നിങ്ങൾ എവിടെയെങ്കിലും സ്പിരിച്വലി ജയിലിനകത്തോ എവിടെയെങ്കിലും അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ റിലീസാകട്ടെ. ക്രൂശിലെ രക്തത്തിൽ റിലീസാകട്ടെ. ഇന്ന് പകൽ യേശുവിന്റെ തിരുനാമത്തിനകത്തുള്ള അധികാരത്തിൽ നിന്നുകൊണ്ട് പറയുക, നമ്മെ വിടുവിക്കുന്ന യജമാനന ആ നാമത്തിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് പറയുക, യേശുവിൻ നാമത്തിൽ നിങ്ങൾ റിലീസാകട്ടെ കേട്ടോ. പത്രോസിനെ റിലീസ് ചെയ്തു. അത് ഫിസിക്കലിയാ. നോക്കിയേ, കൊല്ലാൻ പിടിച്ചവന്റെ മുമ്പിൽ വാതിലുകൾ തുറക്കുന്ന, ചെങ്ങലകളെ അഴിക്കുന്ന ഒരു ഏഞ്ചൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഏഞ്ചൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങട്ടെ. ഒന്ന് പറഞ്ഞേ, സ്വതന്ത്രം പറഞ്ഞേ, യേശുവിന്റെ നാമത്തിൽ ആ ദൂതൻ ഇറങ്ങട്ടെ. ചില വ്യക്തികൾക്ക് വേണ്ടി ഇറങ്ങട്ടെ. അടഞ്ഞ വാതിലുകളെ ഒക്കെ തുറക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങട്ടെ കേട്ടോ. അപ്പോസ്തലന്മാർക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാരിറങ്ങി. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അവര് പലരും കൊല്ലപ്പെടുകയല്ലായിരുന്നോ ചെയ്തത്, അല്ലെ പലരും രക്തസാക്ഷി ആകുമല്ലായിരുന്നോ ചെയ്തേ എന്ന് ചോദിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം ഒരു വേർഡ്, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയാം? യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്തുവാ? സാക്ഷിയാവുക, കല്ലറ തുറന്നു. പക്ഷെ അതിനേക്കാട്ടിലും വലിയ തെളിവുണ്ട്. അതിനെക്കാട്ടിലും വലിയ തെളിവെന്ന് പറയാ, കണ്ട ശിഷ്യന്മാർ രക്തസാക്ഷിയായി, ജീവൻ കൊടുത്തു. ഞങ്ങൾ കണ്ടതാ. നിങ്ങൾ കാണാത്ത സത്യമല്ലാത്ത ഒരു കാര്യത്തിന് നിങ്ങളുടെ ജീവൻ കൊടുക്കുമോ? പറഞ്ഞു. നിങ്ങൾ കാണാത്ത, കണ്ടിട്ടില്ലാത്ത, അനുഭവിക്കാത്ത ഒരു കാര്യത്തിന് നിങ്ങളുടെ ജീവൻ നിങ്ങൾ വില കൊടുക്കുമോ? കൊടുക്കത്തില്ല. പക്ഷെ യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്ന തെളിവ് എന്തുവാ? ഒന്നാമത്തെ തെളിവ്, ശിഷ്യന്മാർ ജീവൻ കൊടുത്തു. ഞങ്ങൾ കണ്ടതാ. ഇനി നിങ്ങൾക്ക് ഒരിക്കലും അടയ്ക്കാൻ പറ്റത്തില്ല. പണം തന്നോ എന്തുകൊണ്ട് മൂടാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ജീവൻ പോലും ഞങ്ങൾ കൊടുക്കുക. അത് അവന് പ്രീതിയാ. സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ ജീവൻ കൊടുക്കണമായിരുന്നു. സഭയുടെ തുടക്കത്തിന് അടിസ്ഥാനത്തിൽ ഞങ്ങൾ ജീവൻ കൊടുക്കണമായിരുന്നു. സ്വന്തം ജീവൻ തലകീഴായി ക്രൂശിച്ചാൽ പോലും ഞാൻ കണ്ടത് തള്ളി പറയത്തില്ലെന്ന് പറഞ്ഞു. അതാ യേശു ഉയർത്തെഴുന്നേറ്റെന്നുള്ളതിന്റെ എന്തോ തെളിവാ. ഇനി അതിനെക്കാട്ടും എന്തോ വലിയ തെളിവാ വേണ്ടിയേ? യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ശിഷ്യനേ ഉള്ളൂ സ്വാഭാവിക മരണം കിട്ടിയത്. ആർക്കായിരുന്നു അറിയാമോ? യോഹന്നാന്, ജോണ്. ബാക്കിയുള്ളവരെല്ലാം മരിച്ചു. നിങ്ങൾ പറ, കള്ളത്തരത്തിന് വേണ്ടി ആരെങ്കിലും പോയി ജീവൻ കൊടുക്കുമോ? പറഞ്ഞോ? ഇല്ല. നിങ്ങൾക്കറിയാം, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് എന്നുള്ള പാട്ട് എങ്ങനെയാ വന്നതെന്ന്? എങ്ങനെ പാട്ട് വന്നതെന്ന്? ജീവൻ കൊടുത്തതാ. നമ്മുടെ ഒരു ബുക്കിനകത്ത് അതുണ്ട്, ലൈഫ് ലൈറ്റിന്റെ ഒരു ബുക്കിനകത്ത് അതുണ്ട്, യൂത്ത് മീറ്റിംഗിന്റെ ഒരു ബുക്കിനകത്ത് അതുണ്ട്. 19th സെഞ്ച്വറിയിൽ ഇംഗ്ലണ്ടിൽ ഭയങ്കര ഉണർവ് നടന്നു. വെയിൽസിൽ ഭയങ്കര ഉണർവ് നടന്നു. ആ ഉണർവിന്റെ ഭാഗമായി അനേകം മിഷണറിമാരെ പരിശുദ്ധാത്മാവ് ഇഗ്നൈറ്റ് ചെയ്തു, അവരെ എനേബിൾ ചെയ്തു. അവർ ഇംഗ്ലണ്ടിന്റെ സുഖ സൗകര്യങ്ങളെല്ലാം വിട്ട് പല ആൾക്കാരും പല രാജ്യങ്ങളിൽ പോയി. അങ്ങനെ ചിലര് ആസാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആസാം, ഇന്നത്തെ ആസാമിൽ. അവിടെ ബർബറൂസ് എന്ന് പറയുന്ന ഒരു ട്രൈബ് ഉണ്ടായിരുന്നു. ബർബറൂസ് എന്ന് പറയുന്ന ഒരു ട്രൈബ് ഉണ്ടായിരുന്നു. ഈ ട്രൈബിനെ വിളിക്കുന്ന ഇവരുടെ മെയിൻ പേര്
ഹെഡ് ഹണ്ടേഴ്സ് എന്ന. ഹെഡ് ഹണ്ടേഴ്സ്, തല ഹണ്ട് ചെയ്യുന്നവർ, ഹെഡ് ഹണ്ടേഴ്സ്. ഇന്നും അവിടെ ഉണ്ട് കേട്ടോ, ട്രൈബുകളുണ്ട് ഹെഡ് ഹണ്ടേഴ്സ്. ഈ ട്രൈബല ഇങ്ങനെയുള്ള ഇവര് ഹെഡ് ഹണ്ടേഴ്സ് എന്ന് ഇവരെ വിളിക്കുന്നത്. പിന്നെ അവരുടെ ചരിത്രം പറയാം, ഞങ്ങളുടെ ബുക്കിനകത്ത് അതുണ്ട്. ഇവിടെ ചരിത്രം എൻ്റെ കയ്യിൽ PPT ഒക്കെ കിടപ്പുണ്ട്. അത് ഞങ്ങൾ യൂത്ത് മീറ്റിങ്ങിൽ പഠിപ്പിക്കുന്ന ഈ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിപ്പിക്കും. ഈ ഹെഡ് ഹണ്ടേഴ്സ് ഇവരുടെ ഒരു ചരിത്രം പറയാം. ആരുടെയെങ്കിലും ഇവരുടെ ഏറ്റവും വലിയ മൂപ്പന്റെ വീട്ടിൽ ചെല്ലുമ്പം അവിടെയുള്ള മറ്റുള്ള ഗ്രാമങ്ങളിലുള്ള എല്ലാ കുടിലിനെക്കാട്ടിലും കൂടുതൽ ഏറ്റവും കൂടുതൽ തലയോട്ടി, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ തലയോട്ടി കാണും. മറ്റുള്ള ഗ്രാമങ്ങളിലും മറ്റുള്ള ട്രൈബലുമായിട്ട് യുദ്ധം ചെയ്ത് അവിടെയുള്ള ആൾക്കാരുടെ തലയോട്ടി കൊണ്ടുവന്ന് അവരുടെ വീടിന്റെ മീതെ വലിയ മാല വെച്ചേക്കും. ഇവരും ഈ മാലയിടും. അങ്ങനെ ഏറ്റവും കൂടുതൽ തലയോട്ടി ഉള്ളത് ആരുടെ കയ്യില? അവരായിരിക്കും അവിടുത്തെ മൂപ്പൻ. ഇനി നിങ്ങൾ കേട്ടാ ചിരിക്കും. ആ ഗ്രാമത്തിലെ ഒരാൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഈ വീട്ടിൽ വരുമ്പോൾ തലയോട്ടി കണ്ടെങ്കിൽ മാത്രമേ അവൻ പുരുഷനാന്ന് തോന്നത്തുള്ളൂ, കല്യാണം കഴിക്കത്തുള്ളൂ. നമ്മളത് അങ്ങനെ വേണം ചെയ്താൽ കൊടുക്കുവോ? ആരെങ്കിലും കുഞ്ഞുങ്ങളെ കല്യാണം കഴിക്കാൻ കൊടുക്കുവോ? ഇവിടെ ആണെങ്കിൽ വീട്ടിൽ കല്യാണം കഴിക്കാൻ വരുമ്പം തലയോട്ടി കണ്ടെങ്കിലേ കല്യാണം കഴിക്കത്തുള്ളൂ. ആരെങ്കിലും വീട്ടിലെ കുഞ്ഞുങ്ങളെ അങ്ങനെ കൊടുക്കുവോ? ഇവിടെ കൾച്ചർ അങ്ങനെ. ഹെഡ് ഹണ്ടേഴ്സ്, ഹെഡ് ഹണ്ടേഴ്സ്, തലകളെ ഹണ്ട് ചെയ്യുന്നവർ. ഈ സ്ഥലത്തേക്ക് ഈ മിഷണറിമാര് വന്നു. ആകുന്ന 1860 ആ കാലഘട്ടങ്ങളിൽ കയറാൻ നോക്കി. കയറാൻ നോക്കി. ഇവരെ അടുപ്പിക്കത്തില്ല, കൊന്നുകളയും. ഇവരുടെ ഏറ്റവും വലിയ ആയുധമാ വിഷം പുരട്ടി അമ്പ്, കൊന്നുകളയും. അവസാനം ഇവര് ഇംഗ്ലണ്ടിൽ നിന്ന് വേറെ മിഷണറിമാരെ എടുത്തു വന്നു. നിങ്ങൾ മടങ്ങി വാ, കുറച്ച് ദിവസം കൂടെ നിൽക്കട്ടെ, ഇങ്ങനെ എടുത്തു വന്നിട്ട് ഒന്നും ഇവർ പോകുന്നില്ല. അവസാനം ഇവർ തിരിച്ചു പോകാനുള്ള സമയമായി. ഇവർ തിരിച്ചു പോകണം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ മിഷണറിമാര് എങ്ങനെയോ ഒരു കുടുംബത്തെ കിട്ടി. ആ കുടുംബത്തെ ഇവരെ കാടിന്റെ വെളിയിൽ എവിടെയോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇവരോട് അറിയാവുന്ന ഭാഷയിലും ഫ്രൂട്ട്സും പലതും കൊടുത്തും അവരുടെ ആഹാര സാധനങ്ങൾ കൊടുത്ത് ഇവരോട് സംസാരിച്ചു. ഇവർ യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ചു. ഇവരുടെ അല്പവചനം പറഞ്ഞു, അത്രേ ഉള്ളൂ, പറയാൻ സമയം കിട്ടിയില്ല. ഇവർക്ക് അറിയത്തില്ല. ഇവരുടെ ഭാഷയിലും പല രീതിയിലും യേശുവിനെ സ്വീകരിച്ചു. കിട്ടിയ സമയമൊക്കെ ഇവര് അത്രയും പറഞ്ഞു. മിഷണറിമാർ തിരിച്ചുപോയി. പക്ഷെ ഈ കുടുംബം തീരുമാനിച്ചു, ഞങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പ്രത്യേകത. ആ വ്യക്തികളോട് സംസാരിക്കുന്നതും ആ വ്യക്തികൾ യേശു എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പരിചയപ്പെടുത്തി തന്നു. എന്തോ ഒരു പ്രത്യേകത. ഈ കുടുംബം സ്ലോലി പ്രാർത്ഥിക്കാൻ അവർക്ക് അറിയാവുന്ന പോലെ യേശുവിനെ കുറിച്ച് ഉരുവിടാൻ തുടങ്ങി. ആ കാട്ടിലെ മൂപ്പൻ അറിഞ്ഞു, ഇപ്പൊ ഞങ്ങളുടെ കാട്ടിലെ ഈ ലോക്കൽ ദൈവങ്ങളെ അല്ല ഒരു പുള്ളി ആരാധിക്കുന്ന ഒരു കുടുംബം. എന്നുവെച്ചാൽ പാമ്പിനെയും കല്ലിനെയും മരത്തെ അല്ല ആരാധിക്കുന്നത്, വേറെ ഏതോ ഒരു മനുഷ്യനെ ആരാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ ഈ കാട്ടിൽ വേണ്ട. അവനെ പിടിക്കാൻ പറഞ്ഞു. പിടിച്ചോണ്ട് വന്നു. കാട്ടിലെ സഭ കൂടിയിട്ട് എല്ലാവരുടെയും മുന്നേ അപ്പനും അമ്മയും 2 കുഞ്ഞുങ്ങളും അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടുത്തെ ദൈവത്തെ അല്ല ആരാധിക്കുന്ന, വേറെ ഏതാണ് ദൈവത്തെ? അവർ പറഞ്ഞു, ഞങ്ങൾ അത് തന്നെ ആരാധിക്കുന്നത്. പിടിച്ചു കെട്ടാൻ പറഞ്ഞു. 4 മരത്തേലോട്ട് കമ്പിയിലോട്ട് പിടിച്ചു കെട്ടാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അമ്പ ചെയ്യുന്നവരോട് പറഞ്ഞു മാറിന്നോളാൻ പറഞ്ഞു. ഇവർ ചോദിച്ചു, നിനക്ക് ഞങ്ങളൊരു അവസരം തരിക, അത് തള്ളിപ്പറയണം. തള്ളിപ്പറഞ്ഞിട്ട് ഈ കാട്ടിലെ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പറ്റത്തുള്ളൂ. കാട്ടിലെ മൂപ്പൻ ചോദിച്ചു. മൂപ്പൻ പറഞ്ഞു. അന്നേരം ഈ പിതാവ് പറഞ്ഞൊരു മറുപടിയാ, അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞതാ. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. ഇംഗ്ലീഷിലല്ല പറഞ്ഞേ, ആ ഭാഷയിൽ അവരുടെ ട്രൈബൽ ലാംഗ്വേജിൽ പറഞ്ഞു, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. ഈ മൂപ്പന് ദേഷ്യമോ. അദ്ദേഹം പറഞ്ഞു, നിന്നെ ഞങ്ങൾ കൊല്ലും, നിന്റെ മൊത്തം കാര്യങ്ങൾ ഞങ്ങൾ തകർത്ത് കളയും, നീ ദൈവത്തെ തള്ളി പറയാൻ. വീണ്ടും അദ്ദേഹം പറഞ്ഞു, നോട്ട് ടേണിംഗ് ബാക്ക്. അദ്ദേഹത്തിന്റെ ഭാഷയെ പറഞ്ഞു, നോ ടേണിംഗ് ബാക്ക്. പറഞ്ഞു, ആദ്യം നിങ്ങൾ കണ്ടോളാൻ പറഞ്ഞു, നിന്റെ ഇളയ കുഞ്ഞിനെ അമ്പ ഇത് കൊല്ലാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പനും അമ്മയും മൂത്ത കുഞ്ഞും നോക്കി നിൽക്കുമ്പോൾ പുള്ളി പറഞ്ഞു, അമ്പ ചെയ്തോളാൻ പറഞ്ഞു. കൊച്ചിൻ്റെ നെഞ്ചിലോട്ട് പോയി അമ്പ് പോയി കൊണ്ടു. ആ കുഞ്ഞ് പെടഞ്ഞു മരിക്കുന്നത് ഇവർ 3 പേരും കണ്ടു. എന്ന് പറഞ്ഞു, നിങ്ങൾ ആ കുഞ്ഞു മരിച്ചു. ഇവർ കരഞ്ഞതല്ലാതെ ഇവരോരക്ഷരം പറഞ്ഞില്ല. ആ കുഞ്ഞ് മരിച്ചിട്ട് കഴിഞ്ഞിട്ട് ചോദിച്ചു, ഇനി നിങ്ങൾക്ക് 3 പേരുണ്ട്, നിങ്ങൾക്ക് 3 പേർക്ക് ജീവിക്കാം, ഈ കാട്ടിൽ ജീവിക്കാം. ആ വ്യക്തിയെ
ആ തള്ളിപ്പറയാൻ, യേശു എന്ന് പറയുന്ന, ജീസസ് എന്ന് പറയുന്ന ആ വ്യക്തിയെ തള്ളിപ്പറയാൻ റെഡിയാണെന്ന് ചോദിച്ചു. അന്നേരം ഈ മനുഷ്യൻ പറഞ്ഞൊരു വേർഡുണ്ട്. ഈ മനുഷ്യൻ പറഞ്ഞു വേർഡ്, എല്ലാം പോയി നഷ്ടമായി. മൈ ക്രോസ് ഐ വിൽ ക്യാരി ടിൽ ഐ സീ ജീസസ്. ഞാൻ ക്രൂശ് എടുത്തിട്ട് എൻ്റെ അവസാനം വരെയും. അത്രയൊക്കെ തനിക്ക് അറിയത്തുള്ളൂ. പക്ഷെ തനിക്കറിയാം ഇത് പറയുന്ന സമയത്ത് ഭയങ്കര ജീവനാണ് വെളിപ്പെടുന്നത്. ഭയങ്കര ജീവൻ കേട്ടോ. ഇതാ ദൈവവചനത്തിന്റെ പ്രത്യേകത. പള്ളി വന്നാൽ ഇതാ കിട്ടണ്ടിയേ കേട്ടോ. പള്ളി വന്നാൽ എന്താ കിട്ടണ്ടിയേ? ജീവൻ, ഭയങ്കര ജീവൻ നിങ്ങളുടെ മേൽ പോകണം. നിങ്ങളത് സ്വീകരിക്കാതെ പോവുകയും ചെയ്യരുത്. ഒന്നുകിൽ നിങ്ങളെ കർത്താവ് തൊടും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കർത്താവിനെ തൊടാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒന്നുകിൽ കർത്താവ് നിങ്ങളെ തൊടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തൊടാതെ പോകല്ല. രണ്ടാണെങ്കിലും എൻ്റെ അപ്പൻ എൻ്റെ തലമേൽ എന്നെ സ്പർശിക്കാതെ ഞാൻ പോകത്തില്ല. എൻ്റെ അപ്പൻ എന്നെ തൊടണം. നിറഞ്ഞവരായിട്ട് പോകണം. അങ്ങനെ ആത്മീയ ജീവിതം. പക്ഷെ ഇന്ന് എങ്ങനെ വന്നു, എല്ലാം കഴിഞ്ഞു, ഒരു ചടങ്ങ് തീർത്തു, പോയി, എന്തോ കിട്ടി, ഒന്നുമില്ല, നാളെ തൊട്ട് ജോലി. പിന്നെ 5 വർഷം കഴിയുമ്പോൾ എവിടെയെങ്കിലും സ്പിരിച്വലി ഗ്രോത്ത് ഉണ്ടായോ? എന്തുവാ കഴിഞ്ഞ ആഴ്ച എടുത്ത മെസ്സേജ്? എന്തുവാ കഴിഞ്ഞ വർഷം എടുത്ത മെസ്സേജ്? എന്തെങ്കിലും പഠിച്ചോ? ഇല്ല. പക്ഷെ വചനം ആഴത്തിൽ നിങ്ങളുടെ അകത്ത് കയറിയ ഭയങ്കര ബലമാണ്. ഈ ഇദ്ദേഹം അത്രേ കേട്ടിട്ടുള്ളൂ. ഈ മനുഷ്യനോട് പറഞ്ഞു, നിന്റെ മൂത്ത കുഞ്ഞിനെ കൊല്ലും. ഈ മനുഷ്യന് കോപം കൊണ്ട് നിറഞ്ഞു. സഭയുടെ മൂപ്പൻ മൂത്ത കുഞ്ഞിനെ, സ്പീഡിന് പറയട്ടെ, മൂത്ത കുഞ്ഞിനെ അമ്പ ചെയ്തേക്കാൻ പറഞ്ഞു. മൂത്ത കുഞ്ഞിന്റെ നെഞ്ചിലോട്ട് അമ്പ ചെയ്യുന്ന, പെടഞ്ഞു മരിക്കുന്നത് അമ്മയും അപ്പനും കണ്ടു. അന്നേരം ഈ മനുഷ്യൻ പറഞ്ഞൊരു ഓടി പ്രകാരമാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടും മരിച്ചു കഴിഞ്ഞല്ലോ, നിനക്കിനി നിങ്ങൾക്ക് മാത്രമായിട്ട് നിങ്ങളോട് ജീവിക്കാമെന്ന് ഈ മൂപ്പ പറഞ്ഞു. ദ വേൾഡ് ഈസ് ബിഹൈൻഡ് മീ, ദ ക്രോസ് ഈസ് ബിഫോർ മീ. ലോകം എൻ്റെ പിമ്പിൽ, ക്രൂശ് എൻ്റെ മുൻപിൽ. കേട്ടോ, ലോകം എൻ്റെ പിൻപേ, ക്രൂശ് എൻ്റെ മുമ്പേ. അദ്ദേഹത്തിന്റെ ലാംഗ്വേജിൽ പറഞ്ഞു, ഞാൻ ഒരിക്കലും തള്ളിപ്പറയത്തില്ല. ഈ മൂപ്പന് വീണ്ടും ദേഷ്യം വന്നു. ഈ ഭാര്യയെ അമ്പ ചെയ്യാൻ പറഞ്ഞു. ഭാര്യയുടെ നെഞ്ചിലോട്ട് അമ്പ് കയറി പെടഞ്ഞ് മരിക്കുന്നത് കണ്ടു. കൈ കെട്ടി പുറകെ വെച്ചേക്കുക, കൈ കെട്ടി നിർത്തിയേക്കുക. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൈയും കാലും കെട്ടിയേക്കുക, ഓടാൻ പറ്റത്തില്ല. ഭാര്യ പിടഞ്ഞ് മരിക്കുന്നതും കണ്ടു, പിടിഞ്ഞ് മരിക്കുന്നുണ്ട്. ഇനി നിനക്ക് ഒറ്റയ്ക്ക് വേണം ഈ കാട്ടി ജീവിക്കാം, നിനക്ക് തള്ളിപ്പറയാൻ റെഡിയാന്ന് ചോദിച്ചു. അദ്ദേഹം ഇപ്രകാരം ഒരു മറുപടി പറഞ്ഞു. ലാസ്റ്റിൽ അവസാനമായി പറഞ്ഞ മറുപടി ഇപ്രകാരമാ, thou none go with me still I will follow Jesus. ആരും എന്നെ ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ യേശുവിനെ മാത്രമേ, thou none go with me still I will follow Jesus. ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ യേശുവിനെ ഒറ്റയ്ക്കായാലും പിന്തുടരും. കൊന്നേക്കാൻ പറഞ്ഞു. 4 പേരും മരിച്ചു. 4 പേരുടെ ശവം എടുത്ത് മറവ് ചെയ്തേക്കാൻ പറഞ്ഞു. അവരുടെ സിസ്റ്റം പ്രകാരം എടുത്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു. കളഞ്ഞു. കാടിലെ സഭ പിരിച്ചു വിട്ടു. പക്ഷെ അന്ന് രാത്രി തൊട്ട് ഈ മൂപ്പൻ ഉറങ്ങാൻ പറ്റുന്നില്ല. മൂപ്പന്റെ അകത്തൊരു ചിന്ത. എന്തോ ചിന്ത എന്നറിയാമോ? എടാ, അവരാ ജീവൻ കൊടുക്കണമായിരുന്നെങ്കിൽ ആ വ്യക്തി ആരാ? ആരെങ്കിലും പറയുകയാടാ, ഈ ദൈവത്തെ വിട്ടിട്ട് ആ ദൈവത്തെ വെച്ചു. ഒത്തിരി ദൈവങ്ങളും ഉണ്ടല്ലോ, അതിനെ വിട്ടിട്ട് ഇതിനെ പിടിച്ചു പറഞ്ഞാൽ എപ്പോഴും സ്വന്തം ജീവനെക്കാട്ടിലും വലുതായിട്ട് ആരിത് കാണും? സ്വന്തം ജീവനെക്കാട്ടിലും വലുതായിട്ട് ആരെങ്കിലും പറയാമോ? കാട്ടിൽ ആരും പറയത്തില്ല. ഈ പുള്ളി അങ്ങനെ ജീവൻ കൊടുക്കണമായിരുന്നെങ്കിൽ ഇവൻ ആരെയോ കണ്ടിട്ടുണ്ട്, ഇവനെ ആരോ തൊട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കുടുംബമായിട്ട് അങ്ങനെ ചെയ്യത്തില്ല. ഇവരാരെയോ, ഈ മൂപ്പന്റെ അകത്താ ചിന്ത. അതാരാ? മൂപ്പന്റെ അടുക്കൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വപ്നങ്ങളെ വെളിപ്പെടാൻ പറയും. എൻ്റെ ട്രൈബ് മൊത്തം യേശുവിനായി വേർതിരിഞ്ഞു. ഈ ട്രൈബ് യേശുവിനായി വേർതിരിഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത്, നാളുകൾ കഴിഞ്ഞപ്പോൾ, സാധു സുന്ദർ സിംഗ്, കേട്ടോ, പഞ്ചാബിലുണ്ടായിരുന്ന, നിങ്ങൾ കേട്ടിട്ടുണ്ട് സാധു സുന്ദർ സിംഗ്. താൻ ഒരിക്കൽ ഇങ്ങനെ ഈ മിഷണറിമാരുടെ ചരിത്രം കേട്ടു. ഈ സാധു സുന്ദർ സിംഗ് ഓർത്തു, അയ്യോ, എന്തൊരു സന്തോഷമാ. ഇതിപ്പം ഈ ഇംഗ്ലണ്ടിൽ വന്ന മിഷണറിമാരെ ഞാൻ കാണും, അവരെ ഇത് അറിയിക്കാമെങ്കിൽ അവർക്ക് എത്ര സന്തോഷമായിരിക്കും. ഈ സാധു സുന്ദർ സിംഗ് ഇംഗ്ലണ്ടിലുള്ള വെയിൽസിൽ നിന്ന് വന്ന മിഷണറിമാരുടെ അടുക്കൽ ഈ സംഭവങ്ങൾ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഈ മിഷണറിമാർ ഇത് കേട്ടു. അവർക്കങ്ങ് ഭയങ്കര സന്തോഷം. ഈ മിഷണറിമാര് അവിടെ ഇരുന്ന്
ഈ ഭാഷയിൽ പറഞ്ഞ വാക്കുകളും ഈ സംഭവങ്ങളും എല്ലാം ചിത്രീകരിച്ചുകൊണ്ട് അവർ ഇംഗ്ലീഷിൽ ആ പാട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് എഴുതി. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോൾ. ഈ സംഭവം നടന്നത് എവിടെ? ഇന്ത്യയിൽ. പക്ഷെ പാട്ട് എഴുതിയത് എവിടെ? ഇംഗ്ലണ്ടിൽ. എഴുതി ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്, നോ. ഈ പാട്ട് എഴുതി അവർ പാടാൻ തുടങ്ങി. ഇത് ബില്ലി ഗ്രഹാം അറിഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബില്ലി ഗ്രഹാം? ലോകത്തിലെ ഏറ്റവും വലിയ ഇവാഞ്ചലിസ്റ്റ് ആയിരുന്ന ബില്ലി ഗ്രഹാം പറഞ്ഞു. ബില്ലി ഗ്രഹാം ഈ സംഭവം അങ്ങോട്ട് പറഞ്ഞിട്ടാ തന്റെ മീറ്റിങ്ങിൽ ഓൾട്ടർ കോൾ കൊടുത്തുകൊണ്ടിരുന്നത്. അതങ്ങനെ ലോക പ്രശസ്തമായി. ഒരാള് ജീവൻ കൊടുക്കണമെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്തുവാ? അവരുടെ ജീവൻ കൊടുത്തത്. ആരെങ്കിലും കൊടുക്കുവോ? നമുക്ക് വേണ്ടി രക്തം തന്നവൻ നിന്നെ സൂക്ഷിക്കാതിരിക്കുവോ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. നമുക്ക് വേണ്ടി രക്തം തന്നവൻ നമ്മളെ പോറ്റാതിരിക്കുമോ? പറഞ്ഞു നിർത്തി. ഉള്ളം കയ്യിൽ എന്നെ വരച്ചു, ഉള്ളിൽ ദിവ്യ ശാന്തി പകർന്നു. ഉള്ളം കയ്യിൽ എന്നെ വരച്ചു. അറിയാമോ പാട്ട്? ഉള്ളിൽ ദിവ്യ ശാന്തി പകർന്നു, തൻ്റെ തൂവൽ കൊണ്ട് എന്നെ മറയ്ക്കുന്ന എൻ്റെ യേശു വാക്കുമാറാത്തോൻ. തൻ്റെ തൂവൽ കൊണ്ട് എൻ്റെ യേശു വാക്കുമാറാത്തോൻ. എൻ്റെ യേശു വാക്കുമാറാ. എൻ്റെ യേശുവിൻ്റെ നാമം ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ നാമം കൊണ്ടൊന്ന് പറഞ്ഞേ. എത്ര മാധുര്യമേറിയ നാമമാ. ഈ മൺമാറും വിൺമാറും. പറഞ്ഞേ പാടിക്കേ. ഈ വിൺമാറും മർത്യരല്ല. ദൈവമക്കളെ, നമ്മളെ പാട്ട് വീണ്ടും പാടാൻ നിങ്ങളൊന്ന് ഹൃദയം തുറന്നൊന്ന് പാടിക്കേ. ഉള്ളം കയ്യിൽ എന്നെ വരച്ചു, ഉള്ളിൽ ദിവ്യ ശാന്തി. എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എത്ര വലുതാ. നിങ്ങൾ അവൻ്റെ പാദത്തിൽ നിന്ന് പോകല്ലേ. ഒരു പിടുത്തം പിടിച്ചാ അവിടെ അങ്ങ് ഇരിക്കണം കേട്ടോ. അവിടുന്ന് പോകല്ലേ. ഇന്ന് മീറ്റിംഗ് ഇവിടെ കഴിഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ പറയണം, യേശുവേ എൻ്റെ കൂടെ വാ. നിങ്ങളുടെ മുറികളിൽ പോയിട്ട് നിങ്ങൾ യേശുവിനോട് കൂടെ അങ്ങ് ഇരിക്കണം. വണ്ടി ഓടിക്കുമ്പോഴും കർത്താവിനോട് സംസാരിക്കണം. കുക്ക് ചെയ്യുമ്പോഴും ദൈവത്തോട് സംസാരിക്കണം. എവിടെ പോകുമ്പോഴും ആരോട് സംസാരിക്കണം? ചുമ്മാ സമയം വർത്താനം പറഞ്ഞ് യൂട്യൂബും കണ്ട് സമയം കളയണ്ട. ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കണം? നിങ്ങൾ സത്യസന്ധമായിട്ട് മറുപടിയും കൂടെ പറയുന്നുള്ളതുകൊണ്ട് സ്വോത്രം. ആരോട് സംസാരിക്കണം? ദൈവത്തോട് സംസാരിക്കണം. ഹൃദയം ദൈവത്തോട് സംസാരിക്കട്ടെ. ഇന്ന് നമ്മൾ ഓരോരുത്തരും ജീവനോടെ ഇവിടെ നിൽക്കാനുള്ളതിൻ്റെ കാരണം ആരാ? നിങ്ങൾ എന്താ മിണ്ടാത്തെ? നമ്മൾ ഇന്ന് ജീവനോടെ ഇവിടെ നിന്ന് ആരാധിക്കാനുള്ളതിൻ്റെ കാരണം, ഏക കാരണം ആരാ? നമ്മുടെ കർത്താവാ. ആണോ? പിന്നെ എന്തിനും നന്ദി പറയാൻ ഇരിക്കാൻ പറ്റും? ഉള്ളം കയ്യിൽ എന്നെ വരച്ചു, ഉള്ളിൽ ദിവ്യ ശാന്തി പകർന്നു. അടുത്തത് തൻ്റെ. നമ്മളത് ചിന്തിച്ചായിരുന്നല്ലേ? യെരൂശലേം പട്ടണത്തെ യേശു കർത്താവ് നോക്കിക്കൊണ്ട് പറഞ്ഞു, യെരൂശലേമേ യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ പട്ടണത്തെ മറയ്ക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്കോ അത് മനസ്സായില്ല. നമ്മളന്ന് ചിന്തിച്ചു, യേശു കർത്താവ് പറയാ കോഴി തന്റെ കുഞ്ഞുങ്ങളെ. അപ്പം യേശുവിന്റെ ചിറക് പട്ടണത്തെ മറയ്ക്കാൻ വലിയ ചിറകുണ്ടെന്ന് യേശുവിന് മനസ്സിലായില്ല. യേശുവിന്റെ ചിറക് എങ്ങനെ മറയ്ക്കാൻ പറ്റുന്ന? 2-3 കോഴിക്കുഞ്ഞിനെ മറയ്ക്കുന്നതല്ല, പട്ടണത്തെ മറയ്ക്കുന്ന ചിറക് യേശുവിനുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനെ ആ ചിറകിനകത്ത് ദൈവത്തിന് മറയ്ക്കാൻ പറ്റുമോ? ഉള്ളം കയ്യിൽ എന്നെ വരച്ചു. ആ കരങ്ങളെ തട്ടിയൊന്ന് പാടിക്കേ. ഉള്ളിൽ ദിവ്യ ശാന്തി പകർന്നു,
ഉള്ളം കയ്യിൽ എന്നെ വരച്ചു, ഉള്ളിൽ ദിവ്യ ശാന്തി പകർന്നു. തന്റെ തൂവൽ കൊണ്ട് എന്നെ മറയ്ക്കുന്ന എന്റെ യേശു വാക്കുമാറാത്തോ. തന്റെ തൂവൽ എന്റെ യേശു വാക്കുമാറാത്തോ. പാടിക്കേ, ഓ എന്റെ യേശു വാക്ക്. ഹല്ലേലൂയ, എന്റെ യേശു വാക്ക്. ആമേൻ, എന്റെ യേശു വാക്ക്. ഹല്ലേലൂയ, എന്റെ യേശു വാക്ക് മാറാത്തോ. ഈ മൺമാറും പിന്മാറും. കർത്താവിനെ ഒന്ന് ആരാധിച്ചേ പൂർണ്ണമായി. നല്ലവണ്ണമായി ശബ്ദം ഉയർത്തി കരങ്ങളെ തട്ടി. വാക്ക് മാറും എന്റെ യേശു മാറാത്തോ. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ പാദമേൽക്കുവാൻ. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ പാദമേൽക്കുവാൻ. കണ്ണുനീര് തോറും നാളടുത്തു സ്തോത്രം എന്റെ യേശു വാക്ക് മാറാത്ത. പാടിക്കേ, കണ്ണുനീര് തോറും നാളടുത്തു സ്തോത്രം എന്റെ യേശു വാക്ക് മാറാത്ത. എന്റെ യേശു, ഓ എന്റെ യേശു വാക്ക്. ഹല്ലേലൂയ, യേശുവേ എന്റെ യേശു വാക്ക് മാറാത്ത. ജീസസ്, ജീസസ്, ഓ എന്റെ യേശുവേ. ഓ മൺമാറും പിന്മാറും മധ്യരെല്ലാം ഓ ദൈവ സാന്നിധ്യത്താൽ നിറയട്ടെ. മധ്യരെല്ലാം എന്റെ യേശു വാക്ക് മാറാത്തോ. പെറ്റതല്ല മാറിപ്പോയാലും ഓ ഇറ്റു സ്നേഹം. പാടിക്കേ, ഓ പെറ്റതല്ല മാറിപ്പോയാലും ഇറ്റു സ്നേഹം തന്നില്ലെങ്കിൽ അറ്റുപോകയില്ല. യേശുവിന്റെ എന്റെ യേശു വാക്ക് മാറാത്തോ. ഹല്ലേലൂയ, അറ്റുപോകയില്ല യേശുവിന്റെ സ്നേഹം എന്റെ യേശു വാക്ക് മാറാത്തോ. പാടിക്കേ, എന്റെ യേശു, എന്റെ യേശു. ഓ എന്റെ യേശു. കർത്താവിനെ സ്തുതിച്ചേ. ഗ്ലോറി, ഗ്ലോറി. ഓ ഈ മൺമാറും പിന്മാറും എന്റെ യേശു വാക്ക് മാറാത്ത. ഹല്ലേലൂയ, ഈ മൺമാറും പിന്മാറും മധ്യരെല്ലാം മാറാത്തോ. പെറ്റതല്ല മാറിപ്പോയാലും ഓ ഇറ്റു സ്നേഹം തന്നില്ലെങ്കിൽ. പാടിക്കേ, പെറ്റതല്ല മാറിപ്പോയാലും ഇറ്റു സ്നേഹം തന്നില്ലെങ്കിലും ഓ അറ്റുപോകയില്ല എന്റെ യേശു വാക്ക് മാറാത്തോ. ഹല്ലേലൂയ, അറ്റുപോകയില്ല യേശുവിന്റെ സ്നേഹം എന്റെ യേശു വാക്ക് മാറാത്തോ. ഹല്ലേലൂയ, എന്റെ യേശു വാക്ക്. ഓ എന്റെ യേശു. ഹല്ലേലൂയ, എന്റെ യേശു വാക്ക്. ഓ എന്റെ യേശു വാക്ക്. ഓ ഈ മൺമാറും. യേശുവിനോട് പറഞ്ഞേ, എന്റെ യേശുവേ അങ്ങ് വാക്ക് മാറാത്തവനാ. ഈ മൺമാ ഈ മൺമാറും. ഓ ഈ മൺമാറും മർത്യരെല്ലാം വാക്ക് മാറും എന്റെ യേശു വാക്കും. ഓ ഈ മൺമാറും എന്റെ യേശു വാക്കുമാ. ആ കണ്ണുകളെ അടച്ചിട്ട് ഒരു നിമിഷം നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേറ്റ് നിന്നേ.